الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഒരു ദിവസത്തിലുള്ള ടൈം ടേബിളാണ് ഇമാം ഗസാലി തങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ആദാബു മാ ബഅദ തുലൂഇ ശംസി ഇല സവാൽ, സൂര്യോദയത്തിന് ശേഷം സവാൽ വരെ. സവാൽ ഏതാന്ന് നട്ടുച്ച, അപ്പോൾ ളുഹ്റാകുന്നതിന് അല്പം മുമ്പാവും. അപ്പോൾ ഇപ്പോഴത്തെ കണക്കിന് ഒരു 12 മണി കൂട്ടാം. ഫൈദാ തൊലഅത്തി ശംസു വർത്തഫഅത് ഖീദ റുംഹിൻ, സൂര്യൻ ഉദിച്ചു. അത് പറയുമ്പോൾ പള്ളിയിലായെന്ന് പറഞ്ഞല്ലോ, പള്ളിയിലോ അല്ലെങ്കിൽ നിസ്കരിച്ച സ്ഥലം എവിടെയാണോ അവിടെ. ഇനി സൂര്യൻ ഉദിച്ചു ഉയർന്ന് ഒരു റൊംഹിൻ്റെ അളവ് എന്ന്, റൊംഹ് എന്ന് പറഞ്ഞാൽ ചവളം എന്നാ പറയൽ. ചവളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഫീറ്റ് ഉണ്ടാവും. അത് പഴയ കണക്കാണ് പറയുക. ഈ ചവളത്തിൻ്റെ അളവ് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലീസുകാര ഗെയിമിൽ ഇങ്ങനെ ഒരു സാധനം അരക്കരങ്ങിനെ കുടിക്കുന്നതാണ്. അത് സുമാർ 8 ഇഞ്ച് 9 ഇഞ്ച് ഒരു ഫീറ്റ് വരെ ഉണ്ടാവും. അത് അത്ര വരുന്ന വെച്ചാൽ ഇപ്പം ടൈം കൊണ്ട് കണക്കാക്കാം. ഏതാണ്ട് 24 മിനിറ്റ് 24 മിനിറ്റ്. 6 ദറജ എന്ന് പറഞ്ഞാൽ ഒരു ദറജയ്ക്ക് 4 മിനിറ്റാണ്. എങ്ങനെയാണ് കൂട്ടൽ? ഒരു ദിവസത്തിൽ 1440 മിനിറ്റ് അല്ലേ? അതിന് 360 ഉണ്ടായിരിച്ചട്ടെ. ഒരു 1000ൻ്റെ വട്ടം 360 ഡിഗ്രിയാണല്ലോ. 1440 മിനിറ്റ് ഹരിക്കണം 360, 360 4 അപ്പോൾ ഒരു ദറജയ്ക്ക് 4 മിനിറ്റ്. അപ്പോൾ 6 ദറജ എന്ന് പറഞ്ഞാൽ 6×4 = 24 മിനിറ്റ്. എന്നാൽ അതിന് കറക്റ്റ് ടൈമായി. മറ്റേതാകുമ്പോൾ നമ്മളെ പലകയില്ലേ, റുബുൽ മുജബി കിബില വെക്കുമ്പോൾ ഇപ്പം പഴയ മോഡലിലെ അതിനെ വെച്ചിട്ട് എന്താക്കുന്ന അറിയോ, ഈ സൂര്യൻ്റെ ഈ ഹൈറ്റ് ഇതിലേ കൂടി സൂര്യൻ പോകുന്നൊരു കണക്ക് കിട്ടും. ഒരു ചവളത്തിന് ഇതാ കണക്ക് പറയില്ലേ. അതായത് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ കയറി വന്നിട്ട് ഇതിലേ കൂടി പോകുന്ന ഈ ഹൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് കണക്കൂട്ടിയാൽ മതി. 24 മിനിറ്റ് എന്ന് കൂട്ടിക്കോ. ഫസല്ലി റകാഅത്തൈനി, 2 റകാഅത്ത് നമസ്കരിക്കുക. അത് സൂഫിയാക്കളുടെ അടുക്കലും ഫഖഹായിൻ്റെ അടുക്കലും വ്യത്യാസമുണ്ട്. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത് ദുഹായും ശുറൂക്കും ഒന്ന് തന്നെയെന്നാണ്. അപ്പോൾ 2 ജാതി നിസ്കാരമില്ല. സൂഫിയാക്കളുടെ അടുക്കലെന്ന് പറഞ്ഞാൽ അദ്കിയിലും പറഞ്ഞു, അവാരിഫിൽ മാരിഫിലും പറഞ്ഞത് ഇഷ്റാഖ് വേറെയാണ്, ദുഹ വേറെയാണെന്ന്. അതുകൊണ്ട് സല്ലാലി ഇഷ്റാഖിൻ വ ഖുർആനൻ തല ഹത്താ ഇദാ ബദത് ശംസുൻ കറുമൈഹിന സല്ലാലി ഇഷ്റാഖിൻ വ ഖുർആനൻ തല, ഖുർആൻ ഓതുക. ഹിസ്ബൻ ഫഅക്സറ, ഒന്നെങ്കിൽ ഹിസ്ബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/2 ജുസ് അല്ലെങ്കിൽ കൂടുതൽ ഓദിക്കും. അതിന് ശേഷം അവന് സുമ്മ സല്ലീൻ. അപ്പോൾ ഇഷ്റാഖ് വേറെയും ദുആ നമസ്കാരം വേറെയും ഉണ്ടെന്നാണ്. അതാണ് അദ്കിയിലും പോയതും അവാരിഫും പോയതും. 24 മിനിറ്റ് ഹറാമുണ്ടോ? ഇല്ല, 24 മിനിറ്റിൻ്റെ ഉള്ളിൽ, അതായത് ഉദിച്ചിട്ട് സൂര്യൻ കംപ്ലീറ്റ് വരണം. അതിൻ്റെ ഇടയ്ക്ക് നിസ്കരിക്കൽ കറാഹത്താന്ന് ഇപ്പുറം പറയും. ഇത് കാരണമില്ലാത്ത നിസ്കാരങ്ങൾ. അതാ വദാലിക എന്താ സവാലി വഖത്തിൽ കറാഹത്തി, അതാ കറാഹത്തിൻ്റെ സമയം നീങ്ങുന്നതായി കഴിഞ്ഞു. കറാഹത്തിൽ ഇശ്റാത്തി, നമസ്കാരം കറാഹത്തായ സമയം തീർന്നു. ഫഇന്നഹ മക്റൂഹത്തുൻ മിൻ ബഅദിൽ ഫരീലത്തി സുബ്ഹി ഇല ഇർതിഫാഇ ശംസി, സുബ്ഹി നമസ്കാരം തീർന്നതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ നമസ്കാരം കറാഹത്താണ്. ആ കറാഹത്തിൻ്റെ സമയം തീർന്നപ്പോൾ 24 മിനിറ്റായാലും ഉദിച്ചയുടെ സൂര്യൻ്റെ ആ ഗോളം കംപ്ലീറ്റ് പൊന്തി. ഇനി അപ്പോൾ ഇഷ്റാഖിൻ നിസ്കാരമാണ് ഇപ്പോൾ ഈ സൂചിപ്പിച്ചത്. ഫൈദ അദ്ഹൻ നഹാറു, നഹാർ എന്താക്കി, നല്ലോണം തെളിഞ്ഞ്. വ മദാ മിൻഹു ഖരീബൻ മിൻ റുബുഇഹി, പകലിൻ്റെ ഏതാണ്ട് 1/4 കഴിഞ്ഞ് കടന്നാൽ അതെന്ന് ളുഹാൻ്റെ അഫ്ളലായ ടൈമാണ്. അപ്പോൾ ഇപ്പം പകലത്ര സമയമുണ്ട് 13 മണിക്കൂർ. അങ്ങനെ കൂട്ടിയിട്ട് 13 ഉണ്ടായാൽ ആ 13നെ 4 കൊണ്ട് അടിച്ചേ അല്ല 3 സംതിങ് ഉണ്ടാവും. 3 3/4 ഉണ്ടാവില്ലേ? ആ
അപ്പോൾ ഉദയത്തിന് ശേഷം 3.25 മണിക്കൂർ കൂട്ടി എന്തായി? അത് റുബഉൻ നഹറായി. ഫസല്ലി സലാത്തുൽ ദുഹ. അപ്പോൾ ഇവിടെയും കണ്ട രണ്ടും രണ്ടായിട്ടാണ് പോയത്. ദുഹാ നമസ്കാരം നിർവഹിക്കുക 4 4 ഔ 6 അല്ലെങ്കിൽ 6 ഔ 8 8 2 നമസ്കരിക്കാം. അക്കല്ലേ 4 അതിനൽ കമാലി 8 അതെങ്ങനെ നിസ്കരിക്കണം? മസ്ന ഈ 2 റക്അത്താരെ നിസ്കരിക്കാം. തറാവീഹ് പോലെ. അപ്പോൾ ഫഖദ് നുഖലത്ത് ഹാദിഹിൽ അദാദു കുല്ലുഹ. ഇപ്പം 4 6 8 പറഞ്ഞേ, ഇത് മുഴുവനും നക്കൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട്. വസ്സലാത്തു ഖൈറുൻ കുല്ലുഹ. നമസ്കാരം മുഴുവൻ ഖൈറാണ്. അതുകൊണ്ട് ഫമൻ ഷാ ഫൽയസ്തക്സിർ, താല്പര്യമുള്ളവർ കൂട്ടിക്കോട്ടെ. വമൻ ഷാ ഫൽയസ്തഖിൽ, കുറക്കാൻ ആഗ്രഹിക്കുകയാണ് കുറച്ചോട്ടെ. അപ്പം 8 വരെ പോയി. ഇനി 12 നമ്മോട് കണ്ടിട്ടില്ല. ഇനി 10 മേലെത്ര പറഞ്ഞത്? വലൈസ ബഅദ തുലൂഇ വസ്സവാലി. വലൈസ ബൈന തുലൂഇ വസ്സവാൽ. തുലൂഇൻ്റെ ഇടയിലും സവാലിൻ്റെ ഇടയിലും ഇല്ല റാത്തിബത്തും മിനസ്സലവാത്തി ഇല്ല ഹാദിഹി. നമസ്കാരത്തിൻ്റെ വളായിഫില്ല, ഈ പറഞ്ഞതല്ലാണ്ടില്ല. സവാൽ വരെ സവാൽ നിസ്കരിക്കില്ലല്ലോ, കറാഹത്തായില്ലേ? ആ നട്ടുച്ചക്കെത്തുമ്പോൾ കറാഹത്താവും. സവാലിൽ നിന്ന് തെറ്റിയിട്ട് വേണം ളുഹറിൻ്റെ സമയം കിടക്കാൻ. എന്തിൻ്റെ കാരണം? അത് നിസ്കരിക്കാം. അത് പറ്റും. എല്ലാം ദുഹ കാരണമുള്ള മോക്കത്ത നിസ്കാരം തന്നെയാണല്ലോ. പക്ഷെ അങ്ങനെ കരുതിക്കൂട്ടിയാക്കാൻ പാടില്ലെന്നേ ഉണ്ടല്ലോ. മറ്റേത് മുത്തലക്കായ സുന്നത്താണ് പറഞ്ഞിരിക്കുന്നത്. മുത്തലക്കായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു വക്കത്ത് കൊണ്ടും പറഞ്ഞിട്ടില്ല, ഒരു റക്കാത്ത് കൊണ്ടും പറയാത്ത, പ്രത്യേക കാരണമൊന്നും ഇല്ലാതെ വെറുതെ നിൽക്കാൻ. അപ്പം മുത്തലക്കല്ല. അപ്പം ദുഹ ഏതുപോലെ മുമ്പ് നിസ്കരിക്കാൻ റവാത്തി നിസ്കാരം അസർക്ക് ശേഷം നിസ്കരിക്കാമല്ല. അത് നേരത്തെ വന്ന പോലെ ഹക്കുക്കായത്. അതെ, സുബ്ഹി നമ്മതായി പോകുമ്പോൾ ജമാഅത്ത് തുടങ്ങിപ്പോയി. ജമാഅത്ത് തുടങ്ങി ആ സുന്നത്തിരിക്കാൻ പാടില്ലല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് എന്താക്കണം? സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് ശേഷം നിസ്കരിക്കാമല്ല. പക്ഷെ അത് ഹനഫി മദ്ഹബിനെ കുറച്ച് കർശനുണ്ട്. വെച്ചിട്ട് നിസ്കരിച്ചു വിടുമെന്ന് പറയും. അതെ, ഫമാ ഫളല അൻഹു മിൻ ഔഖാത്തിക്കും. ഇനി മിച്ചമുള്ള സമയം, സമാധി വരെയുള്ള ഇത് ഇശ്റാഖ് നമസ്കാരവും ളുഹയും കഴിച്ചിട്ട് ബാക്കിയുള്ള മിച്ചമുള്ള സമയം. ഇപ്പോൾ 8 റക്അത്ത് ഇരിക്കുന്നെങ്കിൽ തന്നെ എത്രയോ കൊണ്ട് 1/2 മണിക്കൂറുണ്ട്. ഇവ 4 അവസ്ഥ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് 4-ൽ ഏത് പട്ടികയിലാണ് പെട്ടതെന്നാണ് ഇപ്പം നോക്കുന്നത്. 4-ൽ പെടാത്ത ആളെന്താക്കും? വെറുതെയുള്ള ജീവിതമാവും. അതാ അൽ ഊല, ഒന്നാമത്തേത് ബഹുവൽ അഫ്ളൽ, വഹിൽ അഫ്ളൽ, അഫ്ളലാണ് പറയുന്നത്. അൻ തസ്രിഫഹു ഇലാ തലബിൽ ഇൽമിൻ നാഫിഇ ഫിദ്ദീൻ, ദീനിൽ ഉപകാരപ്രദമായ ഇൽമ് തേടലിലേക്ക് ചിലവാക്കുക. അപ്പം ദീനിൽ ഉപകാരം ഏതാണ്? ഖുർആൻ ഓത്ത് തന്നെ ഒന്നെന്ന്, പിന്നെ അതിൻ്റെ തഫ്സീർ പഠിക്കൽ, മറ്റൊന്ന് ഹദീസ്, ഫിഖ്, അഖീദ, തസവുഫ്. അതാണ് അടിസ്ഥാനപരമായ ഇൽമ്. അതിലേക്ക് സഹായകമാകാനാണ് നഹ്മു സർഫെല്ലാം പഠിക്കുന്നത്. എന്തുകൊണ്ട്? അറബി ഭാഷയിലാണ് ഇതൊക്കെ രചിക്കപ്പെട്ടത് കൊണ്ട് അത് തിരിയണമെങ്കിൽ നഹ്മു സർഫ് ഇല്ലാഞ്ഞാൽ ഇത് എളുപ്പമാവില്ല. ഇനി പാർസി ഭാഷയിലാണെങ്കിൽ അതിൻ്റെ നഹ്മു സർഫും പഠിക്കണം, അതിന് അൽഫിയോദ് കൊണ്ട് കാര്യമില്ല. ഉറുദുവിലാണെങ്കിൽ അതിൻ്റെ നഹ്മു സർഫും പഠിക്കണം. ഇനി അതല്ലേ, ഇതൊന്നും ഇല്ലാണ്ട് ഒരാൾ പഠിപ്പിച്ചു കൊടുത്താലും മതി. അതാ അൻ തസ്രിഫഹു ഇലാ തലബിൽ ഇൽമിൻ നാഫിഇ ഫിദ്ദീൻ. അതാ മൂപ്പറെന്ത് പറഞ്ഞ്? അൻ നാഫിഇ ഫിദ്ദീൻ എന്നൊരു കൈത് കൊടുത്തിട്ടുണ്ട്, ദീനിൽ ഉപകാരപ്രദമായ ഇൽമെന്ന്. അപ്പോൾ ഇതില്ല ദൂനൽ ഫുളൂലില്ലദീ അകബ്ബൻ നാസു അലൈഹി വസമ്മഹു ഇൽമൻ. ഇന്ന് ജനങ്ങൾ എല്ലാവരും മുഖം കുത്തി വീണ ഇൽമ് എന്ന പേരിൽ നടക്കുന്ന ചില പരിപാടികളുണ്ട്. അതെല്ലാം, അതായത്
ഇൽമിൻ ദീനിൽ ഇൽമ് എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം എന്ന് അർത്ഥം വെക്കും, അതിൽ പെടൂല എന്ന് പറയുന്നു. മനസ്സിലായിനാ? സ്കൂൾ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ഈ ദീനിൽ പറയപ്പെട്ട ഇൽമതെല്ലാം ദീനിൽ ഹദീസിലും ഖുർആനിലും അൽ ആലിം അൽ ഇൽമ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചൊന്നില്ലേ, അത് ഈ വിദ്യാഭ്യാസം അല്ല. അത് വേണ്ടാന്ന് ഇസ്ലാം പറയുന്നില്ല. ചിലപ്പോൾ അനിവാര്യമായിട്ട് വരും. ഇപ്പോൾ ഫറായിദ് കണക്കൂട്ടണമെങ്കിലും മാത്തമാറ്റിക്സ് നല്ല കഴിവുണ്ടാണ്ടേ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഓഹരി വെക്കൽ? ഇപ്പോൾ മാത്തമാറ്റിക്സിൽ ആർക്കും പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് ഫറായിദ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടാണ് ഉള്ളത് സിലബസിൽ നിന്ന്. വാലേക്കും ആ കുട്ടികൾക്ക് പറഞ്ഞാൽ തിരിയുന്നില്ല, അത് മസ്ജിദേറ്റ് മാറി. അത് ദീനിലേക്ക് അനിവാര്യമായിട്ട് വരുമ്പോൾ അതിങ്ങോട്ട് കയറ്റും. മെഡിസിനുള്ള തിബ് അത് വേറെ, അതും അൽ ഇൽമല്ല, പക്ഷെ ഫർള് കിഫായ ഇൽമാണത്. ഫർള് കിഫായ ഇൽമ് അത് ഹയ്യാലുമദ്ദീനാണ് അതിൻ്റെ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടത്. ഫർള് ഐനായ ഇൽമുണ്ട്, അത് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം എന്നത്, ആണായാലും പെണ്ണായാലും അതിന് വേണ്ടി എന്താ ത്യാഗം ഭരിക്കേണ്ടി വരും. മറ്റൊന്ന് ഫർള് കിഫായ, ഫർള് കിഫായിൽപ്പെട്ടതാണ് തിബ്, ചികിത്സ. അല്ലെങ്കിൽ എന്താകും, എല്ലാവരും മരിച്ചു കൊടുക്കൂലേ? അങ്ങനെ ഫർള് കിഫായിൽ പലതുണ്ടല്ലോ, പ്രാക്ടിക്കലുണ്ട്. ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഫർള് കിഫായല്ലേ? നീന്തം പഠിക്കൽ, മുങ്ങൽ പഠിക്കൽ. അല്ലെങ്കിൽ എന്താക്കും, ഒരാൾ വെള്ളത്തിൽ മുങ്ങി അയാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആർക്കും മുങ്ങാൻ അറിയില്ലെങ്കിൽ അയാൾ മരിക്കൂലേ? പെട്ടെന്ന് ഡ്രൈവ് ചെയ്തിട്ട് ആസ്പത്രിയിലോ അടങ്കിൽ എത്തിക്കണം. ആർക്കും ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ എന്താക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതൊക്കെ സലിമ അതെല്ലാം കൂട്ടുന്നുണ്ട്, തിബ് കൂട്ടുന്നുണ്ട്. ഇതെല്ലാം ഫർള് കിഫായാണ്. അതായത് നാട്ടിലാരും അത് പഠിക്കാതെ ഉപേക്ഷിച്ചാൽ എല്ലാവരും കുറ്റക്കാരാവും. അതിൻ്റെ ആവശ്യകത ഇതാ. അതുപോലെ ബിൽഡിങ്ങിലും കയറിയിട്ട് ചില അത്യാഹിതങ്ങളൊക്കെ വന്നു, ഇതിലൊക്കെ തീപിടിച്ച് പോയാൽ എല്ലാവർക്കും ഇങ്ങോട്ട് നോക്കി നിൽക്കുമോ? അതിനൊരു പ്രത്യേക ധൈര്യം വേണം. അതൊക്കെ ഫർള് കിഫായിലെ കുട്ടിന്. അതിനാക്കിയാൽ എന്താകും, എല്ലാവർക്കും നടക്കൂല. ഇത് ധൈര്യം ഇല്ലാത്ത ആളുണ്ടാവില്ലേ? മുങ്ങൽ പോയിട്ട് വെള്ളം കാണുമ്പം തന്നെ കുഴപ്പം എണ്ണം കണക്കത്തെ ആളാണെങ്കിൽ ഇത് നിർബന്ധിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഫർള് ഐന് ഫർള് കിഫായായിട്ട് ഓഹരി വെച്ച്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഭൗതിക വിജ്ഞാനം എല്ലാം ഫർള് കിഫായെന്നു. അത് ഫർള് കിഫായയിൽ നിന്ന് ദീനിന് അനിവാര്യമായി വന്നാൽ അതിനെങ്കിലും കണ്ടെടുക്കും. എന്നിട്ടോ ദീനിൻ്റെ ഇൽമിൻ്റെ സ്ഥാനം അതിന് കൊടുക്കും. ഇപ്പം ഭാഷ പഠിക്കൽ എന്താന്ന് ഫർള് കിഫായാണ്. ഭാഷ ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ ആകെ പൊട്ടനേ ഇല്ലേ? അതിനെക്കണ്ട പൊട്ടത്തരം വേറെ വേണ്ടല്ല. അപ്പം എന്താക്കുന്നു, ഇൽമ് എന്ന് ഇന്ന് നാമകരണം ചെയ്തിട്ട് ജനങ്ങളെല്ലാം മുഖം കുത്തി വീഴുന്ന ആ ഇൽമല്ല ഞാനീ പറഞ്ഞിരിക്കുന്നത്. അത് സൽമാം അങ്ങനെയല്ലേ പറയുള്ളൂ. ഇതാ വൽ ഇൽമുൻ നാഫി, അതാ നാഫിയായ ഇൽമെന്ന് പറഞ്ഞാൽ മാ യസീദു ഫി ഖൗഫിക മിനല്ലാഹി തആല, അള്ളാഹു താലാനെ സംബന്ധിച്ച് നിൻ്റെ പേടി വർദ്ധിപ്പിക്കുന്ന ഇൽമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം മൂപ്പറെന്ത് പറഞ്ഞ്, സയൻസിൻ്റെ അഗാധതായ പല ഇതില്ലേ ശരീരത്തിൻ്റെ ഭാഗം, അത് പഠിക്കലെന്താ പറയുന്നത്, മൂപ്പർ വളരെ അനിവാര്യം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്, നമ്മളിപ്പോൾ ഒന്നും അറിയാതെ അന്ധമായിട്ട് അള്ളാഹു താല കൊണ്ട് നിൽക്കിരിക്കുന്നു തന്നെ അള്ളാഹിനെ തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹു നമ്മളെ കണ്ണിൽ സംവിധാനം ചെയ്തത്, പല്ലിൽ സംവിധാനം ചെയ്തത്, എത്ര വരെ പറിച്ചു കളയാവുന്ന രോമത്തിൽ തന്നെ എന്തെല്ലാം ടെക്നിക്കുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു താല ഒതുക്കിയത്. ഇങ്ങനെയുള്ള റബ്ബാണല്ലോ എൻ്റെ മഅബൂദ് എന്ന് ചിന്തിക്കുമ്പോൾ ജദബത്തും മിൻ ജദബാത്തിർ റഹ്മാൻ യുവാസി അമാല സക്കലീന സലിമ പറഞ്ഞു. ഇതല്ലേ ഞാൻ മുമ്പിട്ട് നിൽക്കുന്ന 5 നേരം മുമ്പിൽ നിൽക്കുന്ന എൻ്റെ റബ്ബ്, ഞാൻ കൈകാട്ടുന്ന റബ്ബ് ഇതല്ലേ എന്നെല്ലാം അള്ളാഹിനൊക്കെ ഉള്ളതിനോട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇൻസുകളും ജിന്നുകളും മുഴുവനും ചെയ്ത അമലിനെ മറികടക്കുമെന്നാണ്. ജദബത്ത് ഇവൻ്റെ കൽബിന ഒരൊറ്റ ബലിയാൻ റബ്ബിനെക്കൊള്ള അത് ഹയ്യയിൽ ഇടക്കിടക്കേ പറയും ജദബത്തും ജദബാത്തിർ റഹ്മാൻ യുവാസി അമാല സകലൈനി. അപ്പോൾ അതിനെന്താ വേണ്ടത്, സയൻറ്റിഫിക്കലായ അപ്പോൾ അള്ളാഹ് മാരിഫത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ പറ്റിയുള്ള പേടി വർദ്ധിപ്പിക്കുന്ന ഇൽമ ഏതാണോ അതാണ് നാഫിയ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല ഇനി പേടിയെപ്പറ്റി കുറേ പേടിൻ്റെ പല അക്സാമുകൾ ഷറഹിൽ പറയുന്നുണ്ട്.
അതുപോലെ വയസീദു ഫി ബസീറത്തിക്ക ബി ഉയൂബി നഫ്സിക്ക്, നിൻ്റെ നഫ്സിൻ്റെ ഐബുകളെപ്പറ്റി നിനക്ക് സ്വയം മനസ്സിലാക്കി തരുന്ന ആ ഇതുണ്ടല്ലോ. നമ്മളെ ഐബിനെ പറ്റി വേറെ ആളെ സ്കാൻ ചെയ്യേണ്ട, നമുക്ക് തന്നെ സ്കാൻ ചെയ്യാൻ കഴിയും. ഇന്ന ഐബുകൾ നമുക്കുണ്ടെന്ന്. പക്ഷെ എല്ലാം മറന്നു നിൽക്കൂല. എന്തുകൊണ്ടെന്നറിയോ? ഇവനെപ്പറ്റി ഹുസ്നുൽ തന്നായിരിക്കും എല്ലാവർക്കും, ഞാൻ നല്ലത് എന്നാണ് ആ എല്ലാവരെ പറ്റിയും അവനവൻ വിധി എഴുതുക. അറ്റില്ല അനിൻ നഫ്സി. അതുകൊണ്ടെന്താക്കും, ഇതിൻ്റെ മറയിൽ ഐബുകൾ വെളിപ്പെടൂല. സംഗതി മനസ്സിലായ? ഇത് തസവുഫിൻ്റെ ഒരു ഉസൂലാണ്. ഹിക്മയിൽ പറഞ്ഞില്ലേന്ന്, എന്താ, എല്ലാ ദോഷത്തിൻ്റെയും എല്ലാ വഞ്ചനയുടെയും എല്ലാ അധപ്പതനത്തിൻ്റെയും താക്കോലവിടെ കിടക്കുന്ന അരില അനിൻ നഫ്സി. അതായത് ഇന്നലെ ഒന്നുമില്ലേ, ജനങ്ങൾ കാണുന്ന ആ കുറവുകളൊന്നും എനിക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് അരില അനിൻ നഫ്സി. അത് തന്നെ തെറ്റായിട്ട്. എന്നാൽ ഒന്നുമില്ല, എന്നാൽ ഇത് തന്നെ തെറ്റ്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നിൻ്റെ ഐബുകളെ സംബന്ധിച്ച് എന്താക്കണം, നിനക്ക് അഹക്കാഴ്ച വർദ്ധിപ്പിക്കുന്ന ഇൽമേതാണോ അത്. ഇനി മൂന്നാമത്തത് വയസീദ് ഫി മാരിഫത്തിക്ക ബി ഇബാദത്തി റബ്ബിക്ക അസ്സ വജല്ല, നിൻ്റെ റബ്ബിൻ്റെ ഇബാദത്ത് സംബന്ധമായി അറിവിനെ വർദ്ധിപ്പിക്കുന്നതും. അപ്പോൾ ഏതായി ഫിഖ്ഹിയാത്തും ഫളായിലുൽ അമാൽ കൊണ്ട് അമൽ ചെയ്യലെല്ലാം ഇതിൽ വന്നു. ഇനി ഒന്നും കൂടി വയുഖല്ലിലു മിൻ റഗ്ബത്തിക ഫി ദുനിയ, ദുന്യാവിലുള്ള ആഗ്രഹത്തിനെ കുറച്ചു തരുന്ന ഇൽമ്. വയസീദു ഫി റഗ്ബത്തിക ഫി ആഖിറത്തിക ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ ആഗ്രഹം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഇൽമ്. വയഫ്തഹു ബസീറത്തക ബി ആഫാത്തി അമാലിക, നിൻ്റെ അമലുകളിൽ കടന്നുകൂടുന്ന ആഫാത്തുണ്ടല്ലോ, റിയാ, ഉജ്ബ്, ഇങ്ങനെ തുടങ്ങിയ ഇതിനെപ്പറ്റി നിനക്ക് മനസ്സിലാക്കി തരുന്ന ഇൽമ്. ഒരു അമൽ ചെയ്യുമ്പോൾ ആ അമലിനെ ഇല്ലാതാക്കുന്ന, അതിനെ സവാബ് ബാത്തിലാക്കുന്ന ഒരുപാട് ആഫാത്തുകൾ കടന്നുകൂടും. നമ്മ ഒന്നുമില്ല, എല്ലാം സുരക്ഷിത എന്നാ മനസ്സിലാക്കല്. അത് പരിചയപ്പെടുത്തി തരുന്ന ഇൽമ്. എന്തിനു വേണം? ഹത്താ തതഹറസ മിന്ന, ഈ ആഫാത്ത് വരാതെ നീ എന്താക്കണം, ആ അമലിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അതുപോലെ വയുത്തലയൊക്കെ അല മക്കായിദി ഷൈത്താൻ, ഷൈത്താൻ്റെ ചതികളെ മേലിൽ നിനക്ക് അറിവ് തരുന്ന ഇൽമ്. ഇപ്പോൾ ഖുറൂറിഹി, അതുപോലെ ഷൈത്താൻ്റെ ചതി. ഇനി വ കൈഫിയത്തി തൽബീസിഹി അലൽ ഉലമാഇ സൂഇ, ദുന്യാവിനാഗ്രഹിക്കുന്ന ഉലമാ സൂ ഉണ്ടല്ലോ, അവരെ ഇബ്ലീസ് പറ്റിക്കുന്നത് എങ്ങനെയാണ്? തൽബീസ് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പറ്റിക്കും. എന്നിട്ടോ ഹത്ത അർറലഹും ലിമഖത്തില്ലാഹി അസ്സ വജല്ല വസഖതിഹി, അല്ലാഹു തആലാൻ്റെ കോപത്തിനും അവൻ്റെ ശിക്ഷയ്ക്കും പാത്രീഭൂതരാകത്തക്ക രീതിയിൽ എന്താക്കി ഇവരെ പറ്റിച്ചളഞ്ഞു, ശിക്ഷാർഹരായി മാറി. ഹൈസു അക്കലു ദുന്യാബിദ്ദീൻ, ദീൻ വിട്ടിട്ട് ദുന്യാവിനെ തിന്ന്, ദുന്യാവിനെ സമ്പാദിക്കാനാണ് ദീനെ വിറ്റ് കളയുന്നത്. വത്തഹദുൽ ഇൽമ വസീലത്തൻ ഇല അഖദിൽ അംവാലി മിനസ് സലാത്തീൻ, സുൽത്താൻമാരുടെ വക്കൽ നിന്ന് പൈസ പിടിച്ചെടുക്കാനുള്ള വസീലയാക്കി മാറ്റി ഇൽമിന, അവർ ശമ്പളക്കാരായിട്ട് നിന്നിട്ട്. വാക്കലി അംവാലുൽ ഔഖാഫി, അതുപോലെ വഖഫിൻ്റെ സ്വത്തുകൾ. അത് വഖഫിൻ്റെ ജിഹത്തുണ്ടാവും, മുത്തഅല്ലിമീങ്ങൾക്ക് ചിലവിന്, അല്ലെങ്കിൽ ഇതിന് നടത്തി മുദരിസിൻ്റെ വകുപ്പ്, അല്ലെങ്കിൽ ഇന്നത് അല്ലെങ്കിൽ മിസ്കീന്മാർക്ക് ഭക്ഷണം, ഇങ്ങനെ ഒരു ജിഹത്തുണ്ടാവും. അതിനെ പറ്റൂ. അത് ഇനത്തിൽ മാറ്റൽ ആ വാക്കിഫിൻ്റെ നിയത്ത് പോലെ നടക്കണ്ടേ. ഇനി ഔക്കാഫി പല ഇനങ്ങളുണ്ടാക്കും. നമ്മളിവിടെ നടക്കുന്ന ഔക്കാഫ് എങ്ങനെയെന്ന് അറിയില്ല. ഔക്കാഫിൽ പല ഇനം ഉണ്ടാവും, അതായത് പല ഭാഗമായിട്ടുണ്ടാവും. ഒരു വിഭാഗം അതിൽ, ഒരു വിഭാഗം ഇത്. അപ്പോൾ ആ ജിഹത്തിലുള്ളത് അവർക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ചിലപ്പോൾ എന്താക്കുമെന്നറിയോ, ഉഖറവിയായ ആലിമീങ്ങൾക്ക് തൽക്കാലം ഒരു മുട്ടുശാന്തിക്ക് വേണ്ടി എന്താക്കും, ഒരു വരുമാനം കൊടുക്കണം. ഇവൻ മനസ്സിലാക്കുന്ന, ഇവൻ പഠിച്ച എൽമെല്ലാം പഠിച്ച ഉഖറവിയായ ആലിമായി എന്ന്. അപ്പോൾ അനധികൃതമായിട്ടാണ് ഈ ഓഹരി പറ്റുന്നത്. സംഗതി കഴിഞ്ഞാൽ അതല്ലേ ഹെർമുന്നലേഹി ജിറായത്തുൽ മുത്തഫഖിഹ നാട അതൊക്കെ പറഞ്ഞിട്ടില്ലേ. വാലൈക്കും. അതുപോലെ യതീം മക്കൾക്കുള്ള ഔക്കാഫ്, മസാക്കീൻ്റെ ഔക്കാഫ്, ഇതൊക്കെ തിന്നാൻ. എന്നിട്ടോ വസറഫ ഹിമ്മത്തഹും തൂല നഹാരിഹിം, അവരെ പകൽ സമയത്ത് മുഴുവനും അവരെ ശ്രദ്ധ തിരിച്ചുവിട്ടടുത്തേക്ക് ഇലാ തലബിൽ ജാഹി വൽ മൻസിലത്ത് ഫി ഖുലൂബിൽ ഖൽഖി,
പടപ്പുകളുടെ ഹൃദയത്തിൽ ഇവരെ സംബന്ധിച്ച് വലിയ ജാഹും വലിയ പോരിശയും നിലനിർത്തി കൊണ്ടുപോകാൻ അതിനുള്ള മെനക്കെടലാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്തോ വൽത്തർഹും ദാലിക, എന്നിട്ടോ ആ ചിന്താഗതി അവരെ എത്തിച്ചെടുത്തേക്ക് ഇലൽ മുറാഅത്തി വൽ മുമാറാത്തി വൽ മുനാഫസത്തി വൽ മുബാഹത്ത്. മുമാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരാൾ പറഞ്ഞാൽ പൊളിക്കണം. മിറാ, അതായത് നൗഷാദ് ഒരു അഭിപ്രായം പറഞ്ഞാൽ തെറ്റോ ശരിയോ നോക്കുന്നതിന് മുമ്പായിട്ട് എന്താക്കും? അതിനെ പൊളിച്ചിടണം. എന്നിട്ട് വേണം ഇവൻ ജയിക്കാൻ. അതാണ് മുമാറാത്ത്. മാറായുമാരി ഫലാത്തുമാരി ഫീം. മുറാഅത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രകടനം ഉണ്ടാക്കൽ, ജനങ്ങളെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പ്രകടനം. മുനാഫസത്ത് എന്ന് പറഞ്ഞാൽ ഇവർ പരസ്പര മത്സരം, ഞാൻ മുന്നോട്ട്. മുനാഫസത്ത് തനാഫസിൽ മുത്തനാഫിസൂൻ, അതായത് ഒരു വാദം വന്നാൽ ആ വാദനെ മറികടക്കണം, എന്നിട്ടാണ് രണ്ടാമത്തെ ആൾ വിലയാണ്. ഇതാ മുനാഫസത്ത്. മുബാഹത്ത് എന്ന ജനങ്ങളെ മുഖം വിരിക്കൽ. ഇവിടത്തേക്കെല്ലാം എത്തിക്കുന്നത് ഈ ചിന്താഗതിയാണ്. എന്താ? ജനങ്ങളെ ഹൃദയത്തിൽ എന്ത് വേണം? എനിക്കൊരു ജാഹു ഒരു മനസ്സിലും ഉറച്ചിരിക്കണം എന്ന ചിന്താഗതിയാണ്. ഇതിനെല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഇൽമ് നാഫിയായ ഇൽമായിട്ടില്ല എന്നാണ് മൂപ്പർ പറഞ്ഞു വന്നത്. ആ കാലഘട്ടത്തിന് ഒപ്പിച്ചിട്ട് പറഞ്ഞു, വഹാദൽ ഫന്നു മിനൽ ഇൽമിൻ നാഫിയായി. നാഫിയായ ഇൽമിൻ്റെ ഫന്നുണ്ടല്ലോ, അത് കത് ജമഅനാഹു ഫി കിതാബി ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീൻ നാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. നാഫിയ ഇൽമ ഏത്? നാഫിയ ഇൽമ അല്ലാത്തത് ഏത്? ഇൽമാണെന്നുള്ള മോഡിയിൽ വ്യാജേന നടക്കുന്ന ഇൽമ ഏത്? അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൈൻ കുന്ത മിൻ അഹിലിഹി, ആ നാഫിയ ഇൽമിൽപ്പെട്ടുന്ന ആൾ ഒരു അഹിലാണെങ്കിൽ നീ എന്താക്കണം എന്നറിയാം? ഫഹസില്ലു, ഒരു കിതാബ് വാങ്ങുക ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ. വഅമൽ ബിഹി, അതുകൊണ്ട് അമലും ചെയ്യുക. വസുമ്മ അല്ലിംഹു, പിന്നെ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. വദുഉ ഇലൈഹി, അതിലേക്ക് പറഞ്ഞ കാര്യങ്ങളെ ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ഇത്രമാത്രം കൊച്ചു ആക്ഷേപിച്ച് പറഞ്ഞല്ലോ. ഇതുകൊണ്ടാണ് അരമുസ്ലിയാക്കന്മാർക്ക് ഹിജനോട് ഇത്ര വലിയ ദേഷ്യം. ഗസാലിമാമിൻ്റെ കാലത്ത് ചുട്ടീകരിക്കാൻ വേണ്ടി ഓർഡറാക്കിയനല്ല. ഹിജൻ്റെ കോപ്പി അവിടെ ഉണ്ട്, അവിടെ എല്ലാം കയറിയിട്ട് റൈഡ് ചെയ്തിട്ട് വരുത്തി പിടിക്കും. കുത്തുബാനിയിലുണ്ടോ പരിയിലാരെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പട്ടാളക്കാരയച്ചിട്ട് റൈഡ് ചെയ്തിട്ട് അന്ന് കോപ്പികൾ ശേഖരിച്ചത് കത്തിക്കാൻ വേണ്ടി. ജുമാക്ക് ശേഷം പരസ്യമായി കത്തിക്കുമെന്ന് എന്നിട്ട് പ്രഖ്യാപനം ചെയ്ത് കത്തിക്കുന്ന കാണാനും അതിന് കൈയടിക്കാനും വേണ്ടി കുറേ ആളുകളെയും ക്ഷണിച്ച്. ഇതിന് നേതൃത്വം കൊടുത്ത ആളെന്താക്കി? പിറ്റേന്ന് എല്ലാം നിർത്തി വെച്ചിരിക്കുന്നു. എന്താ കാരണം? രാത്രി അടി കിട്ടി. അത് താരീഫുൽ ലഹയ്യ എന്നാണ് കിതാബുണ്ട്. ഈ ഹയ്യന് തൊട്ട മുമ്പിൽ ഒരു മുഖദ്ദിമ, താരീഫുൽ ലഹയ്യ ബി ഫലാഇലിൽ ലഹയ്യ. ഇത് രാജാവിൻ്റെ മേൽനോട്ട് ആദ്യം അതിനെപ്പറ്റി കുറ്റപ്പെടുത്തിയിട്ട് മുസ്ലിയാർ പറഞ്ഞു, രാജാവിൻ്റെ മേൽനോട്ട് നടക്കണ്ടിന്നല്ലോ, രാജാവിനെ സ്വാധീനിച്ചാലല്ലേ നടപ്പിൽ വരുത്താൻ കഴിയുള്ളൂ. മുസ്ലിയാർ പറഞ്ഞാൽ നടക്കൂലല്ല. ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുവരെ പിടിക്കും. ആ കോലത്തിലാക്കി വരുന്ന വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പരസ്യമായി ചുട്ടീകരിക്കലാണ്. രാത്രി ഇയാൾ സ്വപ്നം കാണുന്നത് എന്താന്ന്? അത് ഇതിലുണ്ട്. ഇർഷാദുൽ ജാഫിയിലുണ്ടല്ലോ. ഇർഷാദുൽ ജാഫി സനദോടെ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ കൂട്ടിയിട്ട് വരുന്നുണ്ട്, വാ കോടതിയിലേക്ക് വന്നു പറഞ്ഞിട്ട് എന്താക്കി കൂട്ടിക്കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യക്ഷം വഹിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ കിബാർ സഹാബത്തുണ്ട്. ഹദീസിൻ്റെ റാവികളായ നേതാക്കന്മാരുടെ എല്ലാം സദസ്സ്. ഗസാലി ഇമാം പറഞ്ഞത്, അയച്ചങ്ങായി ഞാനുണ്ടാക്കി ഇഹ്യാ ഉലൂമുദ്ദീനെ കുറ്റപ്പെടുത്തി നാളെ ജുമാക്ക് ഞാൻ ചുട്ടുകരിക്കാൻ വേണ്ടി പാസ്സാക്കിയിട്ടുണ്ട്. അവിടെ തങ്ങൾ വിധി കൽപ്പിക്കണം. എൻ്റെ ഹയ്യയിൽ തങ്ങൾ അറിയാത്ത ദീനിൽ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് എനിക്ക് ശിക്ഷ നൽകുക, അല്ലെങ്കിൽ ഇതിനൊക്കെ അത് പറഞ്ഞ ഇദ്ദേഹത്തിന് അതിനെ ശിക്ഷ കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് ഇപ്പത്തേക്ക് കൊടുത്ത് സിദ്ദീഖ് തങ്ങൾക്ക്, മറ്റവർക്ക് കൊടുത്ത് ഒന്നും കുറ്റം പറയാനില്ല. എന്നാൽ പിന്നെ ഇയാൾക്ക് അടി പാസാക്കി. 80 അടി തുടങ്ങി 5 അടി കിട്ടി. നല്ല ചന്തിക്ക് 5 അടി കിട്ടിയപ്പോൾ ഖേദം തോന്നിയിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എണീച്ചിട്ട് പറഞ്ഞ്, ഞാൻ ഇദ്ദേഹത്തിന് ഗസാലി ഇമാമിനോട് മാപ്പപേക്ഷിക്കും. കാരണം അത് അതിലൊന്നുണ്ട്, ഗസാലി ഇമാമും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും വല്ലാത്ത സ്നേഹബന്ധം. മറ്റുള്ള ആളെ എല്ലാവരോടും സ്നേഹം ഉണ്ടെങ്കിലും വാലേക്ക് സിദ്ദീഖ് തങ്ങൾ എന്ന് പറഞ്ഞാൽ മൂപ്പരെ ജീവൻ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ നേതാക്കന്മാരുണ്ടാവും.
സിദ്ദീഖുകൾ പറഞ്ഞ് ഞാൻ ഗസാലി ഇമാമിനോട് പറയുന്നു അദ്ദേഹത്തിന് ബാക്കി മാപ്പ് കൊടുത്തു. സ്വീകരിച്ച് അടി കിട്ടി നേരമ്പോക്കുമ്പോഴേക്ക് വേദന കാണുന്നു, അതിൻ്റെ കലയുമുണ്ട്. ഇത് കിട്ടിയ വകയില്ലാന്ന് എന്താക്കി ഇന്നെടുത്ത തീരുമാനം പിൻവലിച്ചു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും പാരായണം ചെയ്യണം, ഞാനിവിടെ ദർസും അടുത്തും കേൾക്കാൻ വരണമെന്നായി. താരീഫില്ലാഹി എടുത്തു വയ്ക്കുമോ. അതുപോലെ തന്നെ ഇത് ഇർഷാദുൽ യാഫിയ ഇമാം സനദോടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ച അവസരത്തിൽ ഈ കല ബാക്കിയായിട്ട് കണ്ടിട്ടൊന്ന് കുളിപ്പിച്ച ആൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേദന കുറേ കാലം നിലനിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലി തങ്ങളോട് ശഫാഅത്ത് ചെയ്തിട്ടാണ് ഒന്ന് തടയി കൊടുത്തത്. ഞാൻ തൗബ ചെയ്ത് നബി എന്നിട്ട് തടയി കൊടുത്തതുകൊണ്ടുകൂടി വേദന മാറി. പക്ഷേ കലാടെ ബാക്കിയുണ്ട്, ആയത്തും ബയ്യനത്തയച്ച്. ഇപ്പോൾ ഒരു കൂട്ടർക്ക് കഴിഞ്ഞാൽ കുറ്റം പറയില്ല പണി. ഇപ്പം കുറേ ഖോജാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. മിഞ്ഞാന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ദിവസം നബിയിലിരിക്കത്ത അവിടെ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണ്ട. കാരണം ഗസാലി ഇമാമിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഓൻ്റെ സ്വഭാവം അതാ. മസലക്കിനെ ഹാഷ്യ എഴുതി നമ്മളെ അതുക്കിൻ്റെ ചെറിയ മസലക്ക് അതിൽ താലി അഹി ഹിയാ ഗസാലിൻ തനൽ എന്ന് പറഞ്ഞ് ഹിയാമുലുദ്ദീൻ ധാരാളം മുത്താല ചെയ്യണം, മാറാത്ത രോഗങ്ങൾക്കെല്ലാം അതിന് മരുന്നുണ്ട് എന്നാണ് മുപ്പറ് പറഞ്ഞത്. അതേ ഖുറാപ്പാത്ത് ഒഴിവാക്കിയെങ്കിൽ എന്ന് ഇയാളെ പകരം അടിക്കുറിപ്പ്. അപ്പോൾ ഇയാളെ ഭാഷയിൽ ഹിയയിൽ ഖുറാപ്പാത്തുണ്ട്, അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞിലുണ്ട്. അവൻ്റെ കിതാബ് എനിക്കും ഉണ്ടാവും. അതിന് പകരം കിട്ടിയത് സാലി ഉസ്താദിൻ്റെ കിതാബ്. അതുകൊണ്ടാണ് നമ്മൾ ഉലുൽ അൽബാബിൻ്റെ സിലബസിൽ അത് കാര്യമായി കിതാബാക്കി വെച്ചത് തന്നെ. കക്കടിപ്പത്തോറ വസിയത്തും കൂടിയാണ്. അതാ ഫമൻ അലിമദാലിക്, ആ കിതാബിൽ പറയപ്പെട്ടതറിഞ്ഞു, വ അമില ബിഹി, അതുകൊണ്ട് അമലും ചെയ്ത്, വദഅന്നാസ ഇലൈഹി, ജനങ്ങളതിലേക്ക് ക്ഷണിക്കുകയും ചെയ്താൽ, ഫദാലിക യുദ്അ അലീമൻ ഫീ മലകൂത്തിസ് സമാവാത്ത്, ആകാശത്തിൻ്റെ മലക്കൂത്തിൽ അലീം എന്നാണ് അവൻ്റെ പേരുന്ന. അദ്ദേഹത്തിന് കൊടുക്കുന്ന പേരെന്താണ്? അലീം. അതെന്താ തെളിവ്? ബി ഷഹാദത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വാക്യമുണ്ട്, അത് വെച്ചുകൊണ്ടിട്ട് പോട്ട്. ഇനി മുമ്പ് വിഷയത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇൽമ എന്ന വ്യാജേന നടക്കുന്ന എല്ലാം ഇൽമല്ല എന്ന് മുപ്പർ പറഞ്ഞു വന്നത്. ഫൈദാ ഫറഗത മിൻ ദാലിക കുല്ലിഹി, ഈ പറയപ്പെട്ട നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞില്ലേ? നോക്കാം. വ ഫറഗത മിൻ ഇസ്ലാഹി നഫ്സിക ലാഹിറൻ വ ബാത്തിനൻ, നിൻ്റെ നഫ്സിനെ നന്നാക്കൽ ലാഹിറിലും ബാത്തിനിലും ഒഴിവാക്കാൻ. വ ഫാലുല ഷൈഇൻ മിൻ ഔഖാതിക്, എന്നിട്ട് വക്കത്തിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ട്, എന്താക്കണം? ഫലാ ബഅസ അൻ തശ്തഗല ബിഇൽമിൽ മദ്ഹബി മിനൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ നിന്ന് മദ്ഹബിൻ്റെ ഇൽമ് കൊണ്ട് ഏർപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം വ്യക്തികൾക്ക് അത് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മദ്ഹബ് അതിന് മാറ്റമതായ കോലുകൊണ്ട് അമൽ ചെയ്താൽ എമ്പാടുമായി. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഫത്വഹുൽ മുഈൻ ഉണ്ടായാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ സമയം ബാക്കിയുണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. മറ്റേതോം പറഞ്ഞാ ഇൽമിൻ്റെ ശരിയായ ആ കാതലെടുക്കാൻ ആദ്യം പറഞ്ഞു. അതെന്തിനാ? അല്ലി താരിഫ ബിഹിൽ ഫുറൂഅൻ നാദിറത ഫിൽ ഇബാദാത്തി, ഇബാദാത്തിൽ സംഭവിക്കുന്ന അപൂർവമായ ചില ഫുറൂഇയാത്ത് മനസ്സിലാക്കാൻ വേണ്ടി എന്താക്കണം? കാരണം ഒരു മദ്ഹബ് ഒപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ മദ്ഹബ് പ്രകാരം കൊണ്ടുപോകാൻ കഴിയണം. അതിന് വേണ്ടിയാണ് മദ്ഹബ് പഠിക്കണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മദ്ഹബ് ഇവിടെ കൊണ്ടുപോയി ചിലവാക്കിയാൽ ചിലപ്പോൾ ഒത്തുപോകില്ല, മക്കത്തൊട്ടും നടക്കില്ല. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ വിസ്മി ഓതണം, ഇവിടെ വിസ്മി പോകുന്നില്ല. അപ്പം വിസ്മി ഓതലിനെ മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ ഇമാമിനെ തുടരാൻ കഴിയില്ലല്ലോ. അങ്ങനെ പലതുണ്ടല്ല. നമ്മുടെ നാട്ടിൽ പകുതിക്ക് ശേഷമല്ലേ കുനൂത്ത് അതിൽ. ഇപ്പം എല്ലാ വിധത്തിലും കുനൂത്ത് തോന്നില്ല. അതാണ് അപൂർവമായി ഇബാദാത്തിൽ സംഭവിക്കുന്ന ശാഖാപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ മദ്ഹബിലുള്ള ചില മസാലകൾ അറിയേണ്ട അനിവാര്യമാണെന്നാണ് പറഞ്ഞത്. എന്നിട്ടോ ഒന്ന് അതിൻ്റെ ഫായിദ വതരീക തവസ്സുത്ത് ബൈനൽ ഖൽഖി ഫിൽ ഖുസൂമാത്തി ഇൻദ ഇക്ബാബിഹിം അല ഷഹവാത്ത്, എന്താ മനുഷ്യന്മാർ ഷഹവാത്തിൻ്റെ മുകളിൽ മുന്നിട്ട് എന്നുവെച്ചാൽ ഓരോ താല്പര്യങ്ങൾക്ക്. അപ്പം എന്താകുന്നറിയോ? അടിപൊളിയും ശണ്ടയും ഉണ്ടായിത്തീരും. അപ്പോൾ അവിടെ എങ്ങനെയാണ് മധ്യസ്ഥം പറഞ്ഞിട്ട് രണ്ട് കക്ഷിനെ കൂട്ടിച്ചേർത്ത് എന്നെ മധ്യസ്ഥം പറയൽ എങ്ങനെയാണ്?
അതിൻ്റെ വകുപ്പുണ്ടാവും. ഫദാലിക അയ്ളൻ ഇതൊക്കെ ചെയ്യേണ്ടത് എപ്പോഴും ബഅദൽ ഫറാഗി മിൻ ഹാദിഹിൽ മുഹിമ്മാത്തി മിൻ ജുംലത്തി ഫുറൂദിൽ കിഫായാത്ത്. ഫർദ് കിഫായായ കാര്യങ്ങളിൽ നിന്നും ഒഴിവായതിന് ശേഷം, അപ്പോൾ മൂന്നാം ഗ്രേഡായി. ആദ്യം ഫർദ് ഐന് പറഞ്ഞു, രണ്ടാമത് ഫർദ് കിഫായ പറഞ്ഞു, അതിൽ നിന്നും മുക്തമായ ശേഷമാണ് ഇത്. അപ്പോൾ അത് കാദിമാർക്കാന്ന് അനുവദിച്ചില്ല. ഇപ്പം എന്താ നടക്കുന്നറിയില്ല. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോന്ന് പറയും. അതിന് അതിനുള്ള പരിഹാരം ചീട്ടതി കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ പോയിക്കോ, ഹൈക്കോടതി കൊടുത്ത് അതിനാണ് ഇയാൾ വേണം. ഇനി കുടുംബപരമായും തലാഖ് സംബന്ധമായും മറ്റും പല പ്രശ്നങ്ങൾ കുടുംബത്തിൽ നടക്കുകയല്ലേ ഇന്ന്. എന്തിനു പോയാൽ പറയും പോലീസിൽ കൊടുത്തോ. ഈ പോലീസിൽ കൊടുക്കണമെന്ന് ചീട്ടുകതി കൊടുക്കുക ഈ ഡോക്ടർ വേണ്ടല്ലോ. ഇനി ഫഇൻ ദഅത്ക നഫ്സുക ഇലാ തർക്കി മാ ദക്കർനാഹു മിനൽ ഔറാദി വൽ അദ്കാരി ഇസ്തിഗാലൻ ബിദാലിക. എന്താ പറയുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞ ഔറാദ്, അദ്കാറ്, അതുപോലെ നാഫിയ ഇൽമു പഠിക്കൽ എന്നല്ലേ പറഞ്ഞ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി നിന്നെ പ്രേരിപ്പിക്കുന്ന നിൻ്റെ ശരീരം. എന്നാൽ എന്തുണ്ടെന്നറിയോ? ശൈത്താൻ നിന്നെ നല്ലോണം പൊടികൂടി കൈമലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതാ ഫഅലം അന്ന ശൈത്താന ലഈന ഖദ് ദസ്സ ഇലാ ഖൽബിക ദഅദ്ദഫീൻ. കുഴിച്ചു മൂടപ്പെട്ട ഒരു രോഗം, എൻ്റെ കൽബിൻ്റെ ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ട ഒരു രോഗം ശൈത്താൻ എന്താക്കിയിട്ടുണ്ട്? വിത്ത് വിതച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ആ രോഗത്തിൻ്റെ എന്താണത്? വഹുവ ഹുബ്ബുൽ മാലി വൽ ജാഹ്. ഹുബ്ബുൽ മാലി മുതലിനോടുള്ള ഹുബ്ബ്, സ്ഥാനമാനങ്ങളുടെ കേളിയും കീർത്തി മുതലായ പ്രശസ്തിയുടെ ഹുബ്ബ്, ഇതാണ് ആ വിത്ത്. അതിൻ്റെ കൽബിൽ നട്ട് മുളപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അതാണ് എന്താക്കുന്നത്? അനിവാര്യമായ കാര്യം ഒഴിവാക്കിയിട്ട് അനിവാര്യമല്ലാത്തതിലേക്ക് ശോലാകം പ്രേരിപ്പിക്കുന്ന കാര്യം. മനസ്സിലാകുന്നുണ്ടപ്പോൾ? അത് ഹുബ്ബുൽ മാലി വൽ ജാഹിനെ പറ്റി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി ഉപമ പറഞ്ഞത്? മാ ദിബാനി ജാഹിയാൻ ഉർസില ഇലാ ഗനമിൻ എന്ന് തുടങ്ങുന്ന ഹദീസ് കാണാം. ഒരു വിശക്കുന്ന ചെന്നായ, വിശക്കുന്ന രണ്ട് ചെന്നായ, അതിൻ്റെ മുമ്പിൽ വല്ലാത്ത ഉപമയാണിത്. വിശക്കുന്ന രണ്ട് ചെന്നായ, അതിൻ്റെ മുമ്പിലേക്ക് ഒരു ആട്ടിൻകുട്ടിന് ഇട്ട് കൊടുത്താൽ ഈ ആട്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു. എന്തായിരിക്കും? വിശപ്പില്ലെങ്കിൽ തന്നെയും ചെന്നായൻ്റെ മുമ്പിൽ ആട്ടിനെ കിട്ടിയാൽ അവിടെ ബാക്കി ഉണ്ടാവില്ല. അതാണ് മാ ദിബാനി ജാഹിയാനി ഉർസില ഫീ ഗനമിൻ. വിശപ്പുള്ള രണ്ട് ചെന്നായെ പിടിച്ചെടുത്തേക്ക് ഒരാട്ടിലേക്ക് വിട്ടുകൊടുത്താൽ ഈ ആടിനെ എപ്രകാരം ചെയ്യുമോ എന്നതുപോലെ അതിനേക്കാണ് കടുപ്പമാണ് ഇത്. രണ്ട് ചെന്നായി നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായത് ഹബ്ബുൽ മാലും ഹബ്ബുൽ ജാഹും. ഇത് വന്നാൽ ദീനാണ് അവിടെ ആടായിട്ട് വരുന്നത്. ആ ദീന് അല്പസമയം കാണാൻ പിന്നെ കാണൂല. ഒരാട്ടിനിവിടെ കണ്ടിണ്, എന്തായി? ചെന്നായിനെ വെറ്റെത്തി. ഇതുപോലെ ഹബ്ബുൽ മാലും ഹബ്ബുൽ ജാഹ് എന്ന രണ്ട് ചെന്നായി എന്താക്കി? ദീനിനെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഇതെന്താക്കും? ശൈത്താന് എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ കുഴിച്ചിട്ടാണ് വിത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകർപ്പാണ് ഈ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഫഇയ്യാക അൻ തഗ്തറ ബിഹി, ഇതുകൊണ്ട് ചതിപ്പെട്ടു പോകല്ല, നീ സൂക്ഷിക്കണം. അപ്പം ഫതകൂന ളുഹകതൻ ലഹു, അപ്പോൾ ശൈത്താന് ചിരിക്കാനുള്ള വകുപ്പുണ്ടായി. ചിരിക്കാൻ ഫയുഹ്ലികക, നിന്നെ ഹലാക്കാക്കാനും, എന്നിട്ടോ സുമ്മ യസ്ഖറ മിൻക, നിന്നെ പരിഹാസമാക്കാനും. കണ്ടാ? വൈൻ ജറബത നഫ്സക മുദ്ദതൻ ഫിൽ ഔറാദി വൽ ഇബാദാതി വകാനത ലാ തസ്തസ്ഖിലുഹാ കസലൻ അൻഹാ. നീ ഈ ഔറാദ് ഇബാദാത്ത് എന്താക്കുക? കുറച്ചുകാലം ഇങ്ങനെ മുറുകെ പിടിച്ച് ശീലിച്ച് വന്നാൽ പിന്നെ അത് ഒഴിവാക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിനോടെന്താക്കുക? ഒരു മാധുര്യങ്ങിട്ട് വരും. ഫല തസ്തസ്, അത് മടിയായിട്ട് ഒഴിവാക്കൂല. വലാകിൻ ദഹറത്ത് റഗബത്തുക ഫീ തഹസീലിൽ ഇൽമിൻ നാഫിഇ, അപ്പം നാഫിആയ ഇൽമ് കരസ്ഥമാക്കണം എന്ന റഗബത്ത് വെളിപ്പെട്ട് വരും. വലം തുരിദ് ബിഹി ഇല്ലാ വജ്ഹല്ലാഹി തആല വദ്ദാരൽ ആഖിറ, ആ ഇൽമ് പഠിക്കലുകൊണ്ട് കരസ്ഥമാക്കലുകൊണ്ട് അള്ളാഹിൻ്റെ വജുഹും പരലോകവും അല്ലാതെ വെറും ഉദ്ദേശിക്കാത്ത രീതിയിൽ. ഫദാലിക, അതാണ് അഫ്ളലു മിൻ നവാഫിൽ ഇബാദാത്ത്, സുന്നത്തായ മറ്റേത് ഇബാദത്തിനേക്കാണ് ഈ അഫ്ളൽ.
ഏത് മഹമാ സഹത്തിലൊക്കെ നീയത്ത് സഹിയാണെന്ന് മാത്രം കേട്ടാ. വലാകിന്ന ഷൈന ഫീ സിഹത്തിൻ നീയത്ത് സഹിയാക്കലാണ് അതിൻ്റെ കഴമ്പായ കാതൽ കിടക്കുന്നത്. ഫൈദാലം തസിഹ നീയത്ത് സഹിയാകുന്നില്ലേ ഫഹിയ മാദിന് ഉറൂറുൽ ജുഹാൽ ജാഹിലീങ്ങളെ പറ്റിക്കുവാനുള്ള കേന്ദ്രമായി മാറി. കാരണം സൂറത്തിൽ എന്തുണ്ടാവും, കുറേ ഇബാദാത്തുകളും കുറേ ഇതെല്ലാം ഉണ്ടാകും, പക്ഷേ ഉള്ളു പൊള്ള റൂഹില്ലാത്ത പ്രതിമ എന്ന് പറഞ്ഞില്ലേ. അല്ലാമാലു സുബറും ഖായിമത്തുൻ അല്ലാമാലു സുബറും ഖായിമത്തുൻ വഇന്നമാ അർവാഹുഹ വജൂദു സിദ്ദിൽ ഇഖ്ലാസ് ഫീഹാ ഹിക്മ. ഈ സാരിപ്പൊടിയിലും അതെല്ലാം നല്ല പാൻറ്റും കുപ്പായും കോട്ടും ടൈയെല്ലാം അണിഞ്ഞിട്ട് ടൈലും കെട്ടി സൂലിട്ടിട്ട് വലിയ ആളെ കാണാം. ഇതാ സൂറും കായ്മ, പക്ഷേ ഹയാത്തില്ല, ഈച്ചനട്ടാൻ പോലും അതിന് കഴിയൂല. ഇതുപോലെയാണ് നിയ്യത്ത് സഹിയാവാത്ത അമാലുകൾ എന്നാണ് പറഞ്ഞത്. കണ്ടാ മസല്ലത്തു അഖ്ദാമി റിജാൽ, അതുപോലെ റിജാലിനെ സംബന്ധിച്ച് കേമന്മാരെ കാല് പോലും എഴുതി പോകുന്ന സ്ഥലമാണ് നിയ്യത്ത് സഹിയാവാതെ കൊണ്ട് പല പരിപാടിക്ക് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ എന്തായി എന്നറിയോ, കിട്ടിയ ആ സമയം നാഫിയായ ഇൽമ്, ആ നാഫിയായ ഇൽമ് തന്നെ ആയിരിക്കണം, മറ്റുള്ള അഡ്രസ്സിൽ അറിയപ്പെടുന്നൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഇനി അൽ ഹാലത്തു സാനിയ രണ്ടാമത്തെ അവസ്ഥ, നാലവസ്ഥയാണ് പറഞ്ഞത്. അല്ലാ തഖ്ദിർ അലാ തഹസീൽ ഇൽമിൻ നാഫിഇ, നാഫിയ ഇൽമ കരസ്ഥമാക്കാനോട് കഴിയുന്നില്ല, അതിനുള്ള വേദിയോ സാഹചര്യങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെന്ത് വേണം, വലാകിൻ തശ്തഗുലു ബി വളായിഫിൽ ഇബാദാത്ത്, ഇബാദാത്തിൻ്റെ മറ്റ് വളായിഫ് കൊണ്ട് ശൂലായിക്കോ. എന്തെല്ലാം പിന്നെ ദിക്രി വൽ ഖിറാത്തി വ തസ്ബീഹാത്തി വസ്സലവാത്തി. ദിക്റായിക്കോട്ടെ, ഖിറാത്താവാം, തസ്ബീഹാകാം, സലവാത്താകാം, പലതുമാകാം. ഉണ്ടാ. അപ്പം ഫദാലിക മിൻ ദറജാത്തിൽ ആബിദീൻ, അപ്പോൾ ആബിദീങ്ങളെ ദർജാന്ന് എന്ന് പറയും. കണ്ടാ. വസിയരി സാലിഹീൻ, സാലിഹീങ്ങളുടെ ജീവിത രീതിയും. എന്നാലും തക്കൂനും ബിദാലിക മിനൽ ഫായിസീൻ, നീ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലാവും. അപ്പോൾ രണ്ട് ഹാലത്തില്ലേ. അൽ ഹാലത്തു സാലിസത്തു മൂന്നാമത്തത് അൻ തസ്തഗില ബിമാ തൂസുലു ബിഹി ഖൈറൻ ഇലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലേക്ക് ഉപകാരങ്ങൾ എത്തിക്കുന്ന എന്തെങ്കിലും പരിപാടിയിൽ ഏർപ്പെടുക. എന്നിട്ടോ വ തുദ്ഖിലു മിൻഹു സുറൂറൻ അലാ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൽബിന് സന്തോഷമുണ്ടാക്കാൻ ഉതകുന്നതുമായ പ്രവർത്തനം. അതായത് ഔ തുയസ്സിറു ബിഹിൽ അമാല സ്വാലിഹത്തി ലിസ്സാലിഹീൻ, അല്ലെങ്കിൽ സാലിഹീങ്ങൾക്ക് അവർക്ക് സ്വയം സാലിഹ അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമുണ്ടാക്കി കൊടുക്കുക. ഓർക്കൊരു ഹിദ്മത്ത് എടുത്ത് കൊടുത്താലേ, ഓരോ വീട്ടിൽ അടിച്ചു വാരി ഓരോ വസ്ത്രം അലക്കി കൊടുത്ത് എല്ലാക്കി കഴിഞ്ഞാൽ എന്താവും, ഓർക്ക് ടൈം കുറേ ലാഭം കിട്ടും. അപ്പോൾ സാലിഹീങ്ങളായ ആളുകൾക്ക് അമാലു സാലിഹാത്തിന് എളുപ്പമാക്കുന്ന പ്രവൃത്തി നീ ചെയ്തു കൊടുക്കാം. അതൊക്കെ ഹിദ്മത്തിൽ ഫുഖഹാക്കളായ ഉലമായിന് ഹിദ്മത്ത്, സൂഫിയത്തിൽ മുഹഖഖീൻ, യഥാർത്ഥത്തിലുള്ള സോപ്പി. അത് അങ്ങനെ മുഹഖഖീൻ എന്ന് പറയുന്നത് കോലം കെട്ടി സോപ്പിയുണ്ട്. കോലം കെട്ടി സോപ്പിനെ എതിർക്കാനാണ് മുപ്പറ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വാഹിലുദ്ദീനി, ദീനിൻ്റെ അഹലുകാർ. അതുപോലെ വത്തറദ്ദുദി ഫി അഷ്ഗാലിഹിം, അവരെ ഷോലിൽ എന്താക്കുക, നീ പോയിട്ട് വന്നുകൊണ്ട് ഒരു ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുക. വസ്സൈ ഫി തആമിൽ ഫുഖറാഇൽ മസാക്കീൻ, ഫക്കീർ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ഒന്ന് ഉത്സാഹിക്കുക, അതിൻ്റെ പാത്രം നിരത്തുക, അത് വിളമ്പുക, ഹിദ്മത്തുണ്ടല്ലോ വളരെ മറായിച്ച്. തറദ്ദുദി അലൽ മർലാബിൽ ഇയാദത്തി, രോഗസന്ദർശനത്തിന് വേണ്ടി രോഗിയെടുക്കലേക്ക് എങ്ങനെയുണ്ട്, ഇന്നാളെ അവസ്ഥ എന്തുണ്ട്, എന്നിങ്ങനെ രോഗസന്ദർശനം നടത്തൽ. അതുപോലെ വാലൽ ജനാസ് ബി തഷീഇ, മരിച്ച ജനാസ് ഉണ്ടല്ലോ അതിനെ ഖബറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള പരിപാടിയില്ലേ. അതാ തഷീ എന്ന് പറഞ്ഞാൽ എന്തിൽ പെട്ട്, കുളിപ്പിക്കൽ പെട്ടു, കഫം പെട്ട്, പിന്നെ കൊണ്ടുപോക്ക് പെട്ട്, മറവാടൽ പെട്ട്, നിസ്കാരം പിന്നെ എല്ലാവർക്കും ഉള്ളത് തന്നെ. അത് എല്ലാവർക്കും നടക്കൂലത്, കുളിപ്പിക്കലും പിടിക്കുന്നത്. ഫക്കുല്ലു ദാലിക അഫ്ളലു മിനൻ നവാഫിൽ, നാഫിലത്തായ സുന്നത്താക്കപ്പെട്ട മറ്റു കാര്യങ്ങളെക്കാൾ ഇപ്പം ഇതെല്ലാം അഫ്ളലായ കാര്യമാണ്. ഫൈന ഹാദിഹി ഇബാദത്തു, ഇതൊക്കെ ഇബാദത്ത്. ആദ്യം ഹെഡാപ്പീസ് എന്താ പറയുക, നീയത്ത് നന്നാകൽ മാത്രമൊന്നും അല്ല ആദ്യം പറഞ്ഞു വെച്ചത്. വഫിഹ റിഫ്ഖും ബിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഇതുകൊണ്ട് വലിയൊരു ഉപകാരവും കിട്ടും. അപ്പം 3 പരിപാടിയായി. അൽ ഹാലത്തു റാബിയത്തു, നാലാമത്തെ പരിപാടി അല്ലാ തഖ്വാല, അതിനും കഴിയൂല, ഇതിനും കഴിയൂല. നമ്മൾ തന്നെ കൂട്ടിക്കോ. വസ്തകൽത്ത ബിഹാജത്തിക്ക, അപ്പം ഇനി നിൻ്റെ ഹാജത്ത് കൊണ്ട് നീ ഏർപ്പെടുക.
എന്താ ഇക്തിസാബൻ അല നഫ്സിക്ക, നിൻ്റെ സ്വന്തം തടിയാണെങ്കിൽ നിങ്ങൾ ചിലവ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പണി ഇത്രയല്ലേ കൊണ്ടുപോകും. വാല അയ്യാലിക്ക് നിൻ്റെ കുട്ടികൾക്കും മക്കൾക്കെല്ലാം ചിലവ് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ജോലി ചെയ്യലി ഇന്നത്തെ പണിയിൽ എന്താണ് 4ാം ഗ്രേഡിലേക്കാണ് പോയത്. അതും നല്ലത് തന്നെ. വഖദ് സലിമൽ മുസ്ലിമൂന മിൻക, നിന്നെ തൊട്ട് നിൻ്റെ ഷർറിനെ തൊട്ട് മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നീ നിൻ്റെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുമ്പം നിന്നെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ആർക്കും ഷർറില്ല. അതേ സ്ഥലത്തിൽ പള്ളിയിലേക്ക് എത്തിയിട്ട് തസ്ബീഹ് പഠിക്കേണ്ട മത്സരമാണ്. മിമ്പറിൻ്റെ കാൽമേലുണ്ടാകും കുറേ തസ്ബീഹ് തൂക്കിയിട്ട് എന്നല്ലോ കളിക്കുന്നുണ്ടാകുന്നെല്ലാം കിട്ടി തൂക്കിയിട്ടുണ്ടാകും. ഞാൻ ചമയിച്ചിട്ട് ഇത് എടുക്കലാണ് തിരക്ക്. പള്ളിയിലേക്ക് കയറിയിട്ട് ഇത് ഗെയിം പിടിച്ചിട്ട് എന്താക്കും, ഉള്ള പൊതുവനം നണിയോ പിന്നെ കുറേ മാന്തി പറിച്ചിട്ട് പള്ളി ആകെ പടം പെടുക്കാക്കിയിട്ടുണ്ടാവും. കൊതുവിനെ കൊല്ലലി തൊപ്പി വെച്ചിട്ട് ഇതന്നെ പണി. ആചാര്യ കൊതുവിനൊട്ട് കിട്ടിയോന്ന് ചോദിക്കൂ, വേട്ട. അപ്പോൾ മുസ്ലിം രക്ഷപ്പെടുന്നില്ല. ഓർക്കാന്ന് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചട്ടി കൊടുത്തയച്ചത്, രാവിലെ മുതൽ ഇത് ഛർദ്ദിച്ചെന്ന് പറഞ്ഞിട്ട്. വഅമിനുമിൻ ലിസാനിക വയദിക്, നിൻ്റെ കൈയിനെ തൊട്ടും നാവിനെ തൊട്ടും. എന്താ കൈ എന്ന് വെച്ചാൽ നിൻ്റെ കൈ കൊണ്ടെന്ന് അക്രമം ചെയ്ത് നാവ്, അതിനെ തൊട്ട് മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നീ നിൻ്റെ പണിയെടുത്ത് നിൻ്റെ കാശുണ്ടാക്കി നിൻ്റെ ചിലവ് കഴിഞ്ഞ് റെഡി. സലിമലക ദീനുക, നിൻ്റെ ദീനും രക്ഷപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം തർത്തക്ക് മസിയത്തിന് ഈ പറഞ്ഞിടത്തോളം കുറ്റകരമായ കാര്യമൊന്നും പ്രവൃത്തിയിൽ വന്നിട്ടില്ലല്ലോ. ടൈപ്പ് ചെയ്യാൻ വന്ന ടൈപ്പ് ചെയ്യുന്നു, അടിച്ചു വന്ന ആൾ അടിച്ചു വാരുന്നു, ബലദീ പോകുന്നു, ഓടിക്കുന്ന ആൾ ഓടിക്കുന്നു, ഓഫീസിൽ പോകുന്ന ഓഫീസിൽ പോകുന്നു. ഫതനാല ബിദാലിക ദറജാത്ത് അസ്ഹാബിൽ ജമീൻ. അപ്പോൾ അസ്ഹാബുൽ ജമീനിൻ്റെ ദറജ കിട്ടും. അസ്ഹാബുൽ ജമീനുണ്ട്, അസ്ഹാബുൽ ഷിമാലുണ്ട്, മുഖറബീങ്ങളുണ്ട്. ഇത് അസ്ഹാബുൽ ജമീനായി. എപ്പോൾ ഇല്ലം തക്കുൻ മിൻ അഹ്ലി തറഖി ഇലാ മഖാമാതി. എൻ്റെ ഷറഹ വായിക്കുന്നത് ഇതാണ്, ശേഷം വായിക്കാം. സാബിഖുംബിൽ ഖൈറാത്തിൻ്റെ പദവിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞു. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഒന്ന് തോറ്റ കൂട്ടറ് ഒന്ന് കഷ്ടി പാസ് മാർക്ക് 35-40 മാർക്ക് വാങ്ങിയിട്ട് ക്ലാസ്സേറ്റം കിട്ടും. മറ്റേതോ ഹൈ അത് സാബിക്കിൽപ്പെട്ട്. അത് അടുത്ത് പറയുന്നുണ്ട്, മൂപ്പറന്നെ പറയും. എന്താ വഹാദിഹി, ഈ പറഞ്ഞിടത്തോളം ഇത് അസ്ഹാബുൽ ജമീനാകലി അഖല്ലു ദറജാത്തി ഫി മഖാമാത്തി ദീൻ, ദീനിൻ്റെ മഖാമാത്തിൽ ചെറിയ പടിയാണ്. ഇനി അതിനെ കാണത്താണാലോ ഒമാ ബഅദഹ ഫഹിമി മറാത്തി ഷയാത്തി, ശൈത്താമാർ മൈന്ന കേന്ദ്രമാണ് അടുത്തത്. ഇതിനെ കാണത്താണ്. നേരം പുറത്ത് ഇന്നരാകണം പുതുപോലും പറഞ്ഞ് അഥവാ ഈ സംഘടന പോലീസും പറഞ്ഞ് മറ്റിൻ്റെ കുറ്റവും കുറവും പറഞ്ഞ് തെരീക്കത്തിൻ്റെ വിവരമായിട്ട് ഇത്തരീക്കത്തിൻ്റെ പോലീശ മറ്റേ തെരീക്കത്തിൻ്റെ പോലീശയില്ല. ഇതെന്തുകൊണ്ടെന്ന് ഇത് ഔറാദാ? അതെങ്ങനെയാ? വദാലിക ബിഅൻ തസ്തഗില, എൻ്റെ ഇടക്ക് യാതുമില്ല പടച്ചോൻ കാക്കട്ടെ എന്ന് മൂപ്പറാൾ പറഞ്ഞിട്ടാ പറയുന്നത്. ബിമാ യഹ്ദിമു ദീനക, നിൻ്റെ ദീനിനെ നീ സ്വയം പൊളിക്കാൻ പറ്റുന്ന പണിയാണ് നീ ഏർപ്പെടണം. ഇതാണ് ഇത് ശൈത്താന്മാർ മേച്ച സ്ഥലം എന്ന് പറഞ്ഞത്. ഔ തുഅദ്ദി അബ്ദൻ മിൻ ഇബാദില്ലാഹി തആല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇബാദിൽപ്പെട്ട ഏതെങ്കിലും ഒരു അബദിനെ നിൻ്റെ ഒരു സഹോദരനാ നിൻ്റെ നാബ് കൊണ്ടോ കൈ കൊണ്ടോ ഗൈബത്തും നമീമത്തും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കലി. ഇതിനെന്താ പറയുക? ഫഹാദി റുത്തുബത്തുൽ ഹാലിക്കീൻ, ഹാലിക്കീങ്ങളുടെ റുത്തുബ എന്ന് പേര് പറയാം. അതുകൊണ്ട് ഫഇയ്യാക അൻ തകുന ഫി ഹാദിഹി തബഖ, ഈ തബക്കയിൽ പെട്ടുപോകുന്ന തൊട്ട് നീ സ്വയം സൂക്ഷിച്ചുകൊള്ളുക. അതിന് മുമ്പുള്ള ശരണ്ടല്ല വായിച്ചോണ്ട്, അതിൻ്റെ കുറച്ച് മുമ്പുണ്ടോ അത് കൂടിപ്പോയാ ഇനിയും മതി മതി. അതാ വയംബഗി, അത് ഷറഹ വായിക്കുന്നേ. വയംബഗി അൻ യഗ്തനിമ ഖിദ്മത്തൽ ഇഖ്വാനി വയുഖദ്ദിമുഹ അലൻ നവാഫിൽ, ഇഖ്വാനിയങ്ങളുടെ ഖിദ്മത്ത് നീ കിട്ടുന്നതിനുള്ള ഗനീമത്ത് എടുക്കണം. മറ്റുള്ള നാഫിലിനാക്കാണ് അതിന് മുൻഗണന കൊടുക്കേണ്ടതെന്നാണ്. അതാ ഫഖദ് റുവിയ അൻ ആയിഷത റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത് മാ റുഇയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാരിഗൻ ഫി അഹ്ലി, തങ്ങളെ വീട്ടിൽ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണപ്പെടേ ഇല്ല. ഒന്നുകിൽ അല്ലാഹു തആല കൽപ്പിച്ച തബ്ലീഗിൻ്റെയും ഇർഷാദിൻ്റെയും പണിയിലായിരിക്കും, അല്ലെങ്കിൽ പിറക്ക് വന്നാൽ അതാ ഒഴിഞ്ഞിരിക്കുന്ന ഒരു
ഒരു പണിയില്ലാത്തെന്ന് നാളെ കാണൂല. ഇമ്മ യസിഫൻ ആലൽ മിസ്കീൻ, ഏതെങ്കിലും മിസ്കീൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി നിങ്ങൾ തുന്നിക്കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ആ യഹീത്ത സൗബല്യ അർമല, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയ വിധവയായ സ്ത്രീകൾക്കുള്ള കുപ്പായം കീറിയിട്ടുണ്ടാവും, അത് തുന്നിക്കൊടുക്കും. അതുപോലത്തൊരു പണി എടുക്കുന്ന പറഞ്ഞു. ഇനി ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് സ്പീഡാക്കറാന്ന്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ, ജോലി ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനോട് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണെന്നാണ്. ഇതല്ല അബുൽ ഹസൻ ഷാദി തങ്ങൾ ചെറുത്തി കാണാനല്ല, ജോലിയില്ലാത്ത ആൾ മുപ്പത്ത് വന്ന് ഞാൻ ചെല്ലിപ്പടി കൂടിക്കണം എന്ന് വേഗം പോയിക്കോന്ന് പറയും, സ്ഥലം വിട്ടോന്നു, എന്തെങ്കിലും പണിയെടുക്കുന്നു. നല്ല നീയത്തോടെ പണിയെടുക്ക്, പൈസ ഉണ്ടാക്ക്. എനിക്ക് പൈസ വേണ്ടേ? ഇവിടെ ഫുക്കറാക്കൾക്ക് കൊടുക്കാൻ നമുക്ക് പല ആവശ്യക്കാരുണ്ടല്ലോ, അവർക്ക് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമല്ലാഹു ആദമ അൽഫ ഹിർഫ മിനൽ ഹിറഫി, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് 1000 പണി പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഒരു വക പണിയെല്ലാം അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഈ ഉറുദുക്കാറുണ്ടല്ലോ, അവർക്കറിയാമല്ലോ. ടൈൽസും വെക്കും, ചുമരും തേക്കും, കല്ലും കെട്ടും, കുണ്ടും കുയ്ക്കും, ആശാരി പണിയെടുക്കും, കൊല്ലപ്പണിയെടുക്കും, എല്ലാം ഇലക്ട്രീഷ്യൻ, എല്ലാ പണിയുണ്ടല്ലോ. അപ്പോൾ 1000 പണി പഠിപ്പിച്ചിരുന്നവർ. വഖാല ലഹു ഖുൽ ലിദുർരിയതിക വലദിക ഇല്ലം യസ്ബിറൂ ഫൽയത്ലബു ദുനിയാ ബിഹാദിഹിൽ ഹിർഫ വലാ യത്ലബുഹാ ബിദ്ദീൻ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണമെന്ന്, ഇള്ളിനെ കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടാവില്ല, ക്ഷമ വരൂലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പണിയോ ഉപയോഗിച്ചിട്ട് ദുനിയാവ് സമ്പാദിച്ചോട്ടെ, ദീനിനെ കൊടുത്തിട്ട് പണിയെടുക്കണ്ട. അങ്ങനെ നമ്മൾ പണ്ടേ നിങ്ങൾ 2 വിദ്യാഭ്യാസം പഠിക്കണം, നമ്മൾ ഇവനോടെല്ലാം പറഞ്ഞിട്ടുണ്ടായില്ല. 2 വിദ്യാഭ്യാസം പഠിക്കണം. ഒന്ന് ദീനിൻ്റെ വിദ്യാഭ്യാസം, എല്ലായിടത്തോളം എത്ര ഷാഫി ഇമാമിനെ പോലെ ആകുന്നെങ്കിൽ കഴിക്കുമോ, പക്ഷേ അത് ദുനിയാവ് സമ്പാദിക്കാനുള്ളതല്ല, ഇൽമിൻ്റെ വർത്തവ. രണ്ടാമത്തെ ഇൽമ് പഠിക്കണമെന്തിന്? നമ്മളെ മഈശത്ത് കഴിയാൻ. അപ്പം മഈശത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയാൽ എന്താക്കും? നേരത്തെ പറഞ്ഞില്ലേ, മുനാഫസത്തും ഇതാക്കലും ആളെക്കൊപ്പിക്കലും ജനങ്ങൾ ആഗ്രഹിക്കലും ഇതെല്ലാം വേണ്ടി വരും. അല്ലെങ്കിലോ കഷ്ടപ്പാട് കഴിഞ്ഞ് കൂട്ടണ്ട, കഷ്ടപ്പാട് കഴിയണം. നമ്മളിപ്പം ഇരിക്കുന്ന 125 റുപ്യ ശമ്പളം, അറിയോ? ഒരു കുടുംബം കഴിയാൻ എന്താ ഉണ്ടാകുന്നത്? അതിനോടൊന്നും പറയില്ല, ഒന്നും ഉണ്ടാവില്ല. അരവയറ് മുക്കാവയറ് എല്ലാം പട്ടിണിയായിട്ട് കഴിഞ്ഞ് കുടിക്കൂടാ, അങ്ങനെ ആൾ നിൽക്കൂലല്ലോ. ആഡംബരത്തിൽ ജീവിക്കണമെങ്കിൽ എന്താക്കണം? ആചിക്കാനും സോപ്പിടണം. എന്താ ഫഇന്ന ദീന ലീ വഹദി ഖാലിസ, ദീന് എനിക്ക് ഖാലിസായിക്കോട്ടെ. വവൈലുൽ ലിമൻ തലബ ദുനിയാ ബിദ്ദീനി വൈലുൽ ലഹു, ദുന്യാവിന് വേണ്ടി ദീനിനെ വിറ്റിട്ട് ദുന്യാവ് സമ്പാദിക്കുന്നവന് വൈലാണ്, വൈലുൽ ലഹു വീണ്ടും ആവർത്തിക്കണം, അവനാണ് വൈല്. അപ്പോൾ നമുക്ക് ഏത് ഫീൽഡ് കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസം നല്ലോണം പഠിച്ചോളുക, അതിൻ്റെ അമാനത്ത് ഒപ്പിച്ച് അങ്ങോട്ട് പണിയെടുക്കുക, ചിലവിൻ്റെ കായ് ഉണ്ടാക്കുക, ദീന് മറ്റ് വയ്ക്കും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലുഹു ദുന്യാക്കും വഅമലൂ ലി ആഖിറതിക്കും, നിങ്ങളുടെ ദുന്യാവിനെ നിങ്ങൾ മെച്ചപ്പെടുത്തിക്കോ, ഹലാലായ ജോലി ചെയ്യുക, ഹലാലായ പൈസ ഉണ്ടാക്കുക, അതിൽ എടുക്കുന്ന പണിയിൽ അമാനത്തുണ്ടാക്കുക, തട്ടിപ്പം പഞ്ഞിനൊന്നും വേണ്ട, ആഖിറത്തിന് വേണ്ടി നയിച്ചോ. വഖദ് കാന ലികുല്ലി വാഹിദിൻ മിനൽ അംബിയാഇ ഹിർഫത്തുൻ യഈശു ബിഹാ, മുൻകഴിഞ്ഞ അംബിയാ മുർസലീങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിക്കാനുള്ള ഒരു തൊഴിലുണ്ടായിരുന്നു. ഫക്കാന ആദം അലൈഹിസ്സലാം ഹറാസൻ വഹായിക്കൻ, ആദം അലൈഹിസ്സലാം കൃഷിക്കാരനായിരുന്നു. എന്നിട്ട് ലോകത്തിലേക്ക് വന്നപാട് ഭക്ഷണത്തിനാണ് ആവശ്യം, വേണ്ടേ? വഹായിക്കൻ നെയ്ത്തുകാരനുമായിരുന്നു. അപ്പം ഭക്ഷണം വസ്ത്രം അനിവാര്യമാണ്, അവർക്ക് പുറക്കാണ്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ. ആദ്യം വന്നോടനെ ഈ പച്ച ഇലകളൊക്കെ വെച്ചിട്ടാണ് നൂലും ഉണ്ടായിരുന്നത്, അവർക്ക് മറക്കാൻ. സ്വർഗത്തിൽ പ്രത്യേകം വസ്ത്രമുണ്ട്, ഖുർആനില്ലേ? അതെ, എന്നിട്ട് ആ പടന്നുന്നതിന് ശേഷമല്ല സ്വർഗത്തിലെ വസ്ത്രം ഊരി വെച്ചോ, എന്നിട്ട്
അഹല്ല അയറാപ്പെടുത്തിട്ട് നമുക്ക് നോക്കാം, ഇപ്പം തന്നെ നോക്കാമല്ലോ. لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما يريهم سوآتهما يخصفهم. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما സ്വർഗീയമായ വസ്ത്രം എന്താക്കി ഒരുമിച്ച്. يهما سوآتهما അപ്പോൾ സൗആത്ത് കാണേണ്ട അവസ്ഥ വന്ന് إنه يراكم هو وقبيله من അതിൻ്റെ അപ്പുറം ഉണ്ടല്ലോ വതഫിക യഖ്സിഫാനി അലൈഹിമാ മിൻ ബറക്കിൽ ജന്ന. സ്വർഗത്തിലുള്ള ഇല പറിച്ചിട്ട് എന്താക്കി തുന്നി കൂട്ടിയിട്ട് വസ്ത്രമായി കൊടുത്തിരുന്നല്ലേ. ഇനി വക്കാനത്ത് ഹവ്വ ഗസാലത്തൻ, ഹവ്വ ബീബി ഉണ്ട്, ആദം അലൈഹി സ്വലാമിൻ്റെ ഭാര്യയല്ലേ, നൂലുണ്ടാക്കണം. നൂല് മുക്കാം മൂപ്പർ നെയ്യുക. ചുരുക്കത്തിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം, ഈ 5 കാര്യം മനുഷ്യൻ്റെ അനിവാര്യമായ ആനുകൂല്യങ്ങളാണ് ഈ ലോകത്ത്. ഈ തുടക്കം കുടിക്കുന്ന ആർക്ക്? അമ്പിയാ മുർസലീങ്ങളാണ്. ഭക്ഷണം കൂടാണ്ട് കഴിയില്ലല്ലോ. അപ്പം ഭക്ഷണം എന്നുള്ളത് ഒരു ഉസൂലാണ്. അപ്പോൾ എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ. നമ്മൾ ഒരു തോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തിന്നാൻ പറ്റും. നമുക്ക് ഇപ്പോഴത്തെ ബുദ്ധി കൊണ്ട് തന്നെ വിചാരിച്ചിരിക്കാൻ കഴിയുമോ? തിന്നാൻ പറ്റുമില്ലയൊന്നും. അപ്പോൾ എന്ത് തിന്നാം, എന്ത് തിന്നണ്ട, എന്ത് വേവിച്ച് തിന്നണം, എന്ത് വേവിക്കാതെ തിന്നാം, എന്തിൻ്റെ പഴം തിന്നാം, ഇതെല്ലാം പഠിപ്പിക്കുന്ന അമ്പിയാക്കളാണ്. എല്ലാം മനുഷ്യൻ്റെ സ്വയം ബുദ്ധി അടുത്തേക്ക് എത്തൂല. എല്ലാം ഓരോന്ന് ചമച്ചിട്ട് പരീക്ഷണം നടത്തേണ്ടി വരും. ചിലപ്പോൾ പരീക്ഷണം നടത്തുമ്പോഴേക്ക് മരിക്കുകയും ചെയ്യും. കാരണം പോഷനുള്ള സാധനം കഴിച്ചെങ്കിലോ, പോഷൻ ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കേണ്ട രീതി എങ്ങനെ? അപ്പോൾ കൃഷിയുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം എന്തിൽപ്പെട്ട്? ഭക്ഷണം എന്ന ഇനത്തിൽപ്പെട്ട്. ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കൽ, അതുപോലെ പാചകം വിദ്യ അതിൽപ്പെട്ട്. മന്തി എങ്ങനെ ഉണ്ടാക്കണം, നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കണം, ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണം, പത്തൽ എങ്ങനെയാക്കണം, ഇതെല്ലാം പഠിക്കണ്ടേ? എല്ലാം എൻ്റെ മാതിരി കൊണ്ടേച്ച് തിന്നാനല്ലാണ്ട് അറിയില്ലല്ലോ. കൊണ്ടേച്ച് തിന്നാ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഒന്നും അറിയില്ല. ഞാൻ ഒറ്റക്കാൽ താമസിച്ചതിൽ പാച്ചത്തണ്ണി കുടിക്കാമെന്നല്ലാണ്ട് രക്ഷയില്ല. അതും പഠിക്കണം. അപ്പോൾ തിന്നണ്ട ആദാബുകൾ. ഭക്ഷണം എന്ത് തിന്നാം, ഫ്രൂട്ട് എങ്ങനെ തിന്നണം, ഫ്രൂട്ടായ രൂപത്തിൽ തിന്നലെങ്ങനെ. ഇപ്പം ബത്തക്ക പൊയ്ങ്ങി തിന്നലില്ലല്ലോ. ബത്തക്ക, കപ്പക്ക, ഓറഞ്ച് നിന്ന് പൊയ്ങ്ങി തിന്നലുണ്ട. ചിലത് പൊയ്ങ്ങിട്ടും തിന്നാം, പൊയ്ങ്ങാട്ടും തിന്നാം. ചിലത് ചുട്ടിട്ട് തിന്നേണ്ടി വരും. ഇതെല്ലാം എൻ്റെ ക്രമീകരണം. അതായത് അതിൻ്റെ ഫുറൂഅകൾ, പാചകം, കൂട്ടാൻ എന്തെല്ലാം ചേർക്കണം, എന്തെല്ലാം ചേർത്താൽ രുചികരമാകും. ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണം, കൊയ്ക്കുന്ന ചമ്മന്തി എങ്ങനെ ആക്കണം, നുള്ളുന്ന ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണം, സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണം, ഇതെല്ലാം ആരാന്ന്? ഭക്ഷണം ആദം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ട് തുടങ്ങി. അതിൻ്റെ പരിഷ്കരിച്ച പുതിയ ഇതാണ് ഫുഡിൻ്റെ ഞങ്ങൾ ഇപ്പം വരുന്നത്. ഭക്ഷണം. വസ്ത്രമായിട്ട് എന്തോ ഉപയോഗിക്കാം. അതിന് പഴയകാലത്ത് പഞ്ഞ് വസ്ത്രം എന്താകും, പഞ്ഞ് കൃഷി ചെയ്തിട്ട് നൂലുണ്ടാക്കിയിട്ട് വസ്ത്രം ആദ്യത്തെ രൂപമുണ്ടാകില്ല, പരുത്തി. പിന്നിപ്പം പോളിസ്റ്റർ മുതൽ തുടങ്ങിയിട്ട് എന്തെല്ലാം വസ്ത്രങ്ങളുടെ ഇനങ്ങൾ. അത് നെയ്യുന്നതെങ്ങനെ? നെയ്തിട്ട് കുറേ ഷീറ്റ് ഉണ്ടാക്കിയാൽ കുപ്പായാവില്ലല്ലോ. അപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ, അത് അടിക്കേണ്ട എങ്ങനെ, കുപ്പായാക്കൽ എങ്ങനെ, കമീസാക്കൽ എങ്ങനെ, ബനിയനാക്കൽ എങ്ങനെ, പാൻറ്റാക്കേണ്ടത് എങ്ങനെ, തൊപ്പിയാക്കേണ്ടത് എങ്ങനെ, അതിൻ്റെ തുന്നപ്പണി, അതിൻ്റെ കട്ടിങ്, ഇതെല്ലാം ഏതിൽപ്പെട്ട്? അതിൻ്റെ ഉസൂലും ഫുറൂവും പറ്റി വസ്ത്രത്തിൽപ്പെട്ട്. പാർപ്പിടം എങ്ങനെ വീടുണ്ടാക്കണം, എങ്ങനെ തറ കെട്ടണം, എങ്ങനെയാണ് കുടുംബാവും ചേർത്ത് ചുമര് കെട്ടേണ്ടത്, അതിൻ്റെ ബാലൻസ് ഒപ്പിക്കൽ എങ്ങനെ, തൂക്കൊപ്പിക്കൽ എങ്ങനെ, അതിൻ്റെ പ്ലാൻ ചെയ്യൽ എങ്ങനെ, ഇതെല്ലാം എന്തിൽപ്പെട്ട്? ആർക്കിടെക്റ്റിൻ്റെ കംപ്ലീറ്റ് പണി, തേപ്പ് മുതൽ മിനുക്കൽ മുതൽ ഇന്നറും എന്താണ് ഇൻറ്റീരിയറും ഔട്ടേറിയറാ എന്താണെന്ന് പറയല്. ഇതെല്ലാം കൂടെ ആക്കിയിട്ട് ഇന്ന് കമനീയമായ രീതിയിൽ സുഖമായി കഴിയേണ്ട പഠിപ്പെല്ലാം എന്തിലുണ്ട്? പാർപ്പിടത്തിൽ പെട്ട് കഴിഞ്ഞു. ചികിത്സയിൽ ഇന്ന് നടക്കുന്ന ചികിത്സാ രംഗങ്ങളെല്ലാം പെട്ട് കഴിഞ്ഞു. ആയുർവേദം പെട്ട്, ഹോമിയോപ്പതി പെട്ട്, മറ്റത് വിട്ട്, എന്തെല്ലാം ഇനങ്ങളുണ്ടോ എല്ലാ പതികളും അതിൽ പെട്ട്. ചികിത്സയിൽ, വിദ്യാഭ്യാസം അങ്ങനെ തന്നെ. അപ്പം എന്തെല്ലാം? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം. ഈ 5 മനുഷ്യനിക്ക് ഭൗതികമായിട്ട് വളരെ അനിവാര്യമായ മൗലികമായ അവകാശങ്ങളാണ്. ഇതിൻ്റെ ഉസൂലുകളുണ്ടാവും, ഫുറൂകളുണ്ട്. ഇതൊക്കെ അസാൻ ഇമാം വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പാചകക്കാരനാകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ തെറ്റൊന്നുമില്ല.
മാത്രമല്ല പാചക വൃത്തിയിൽ പെണ്ണുങ്ങന്മാർക്ക് നന്നായിട്ട് വേണം. കാരണം ഭർത്താക്കന്മാർക്ക് രുചികരമായ ഭക്ഷണം കിട്ടിയാലേ അയാൾ സ്വഭാവം നേരെയാവുള്ളൂ എന്നുണ്ട്. പെണ്ണുങ്ങന്മാർ എന്താക്കണോ, അതിന് മെനക്കെട്ടിട്ട് നല്ല ഭക്ഷണം കൊടുത്തേക്കാം. ഭർത്താവിനിണങ്ങുന്ന രുചിക്കിണങ്ങുന്ന ഭക്ഷണം ഉണ്ടാക്കുക, എന്നാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. നല്ല പാചകക്കാരനായാൽ എത്ര ഇതാണ്. മംഗലപ്പുറക്കെല്ലാം വെക്കാൻ പോയാൽ എന്താ എത്ര സീറ്റ്. ഇപ്പം അതിന് എല്ലാ ഫീൽഡും അങ്ങനെ തന്നെ. ചികിത്സയിൽ ഡോക്ടർമാരായിരുന്നു. ഇതൊന്നും ഇസ്ലാം തടഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റി മൊത്തത്തിൽ എന്താ പറയും, ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയും. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഈ 5 ഫീൽഡില്ലാണ്ട് ജീവിക്കാനാവില്ല. ഇതിൻ്റെ ഉസൂലുകൾ അമ്പിയാക്കൾ കൊണ്ടുവന്നു, ഫുറോകൾ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുണ്ടായിക്കോളാം. പല പേറ്റൻ്റ് മരുന്നുകൾ ഇറക്കുന്നുണ്ട്, അരിശ ഇറക്കുന്നുണ്ട്, ലേഹി ഇറക്കുന്നുണ്ട്, ഗുളിക ഇറക്കുന്നുണ്ട്, വടക ഇറക്കുന്നുണ്ട്, ചൂർണ്ണ ഇറക്കുന്നുണ്ട്, തൊട്ടുകൂട്ടുന്നുണ്ട്, കടിച്ചു നിന്നുണ്ട്, എന്തെല്ലാം ജാതി. അതെല്ലാം പാകം ചെയ്തിട്ട് ഇഞ്ചക്ഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഞരമ്പലി കൂടി കയറ്റുന്നുണ്ട്. വലിയ കണ്ടുപിടിച്ചത് ഭയങ്കര ലോകയല്ലേ ഇത്. ഓരോന്നിടത്തൊക്കെ ഓരോന്ന് ഫീൽഡ്. ഇത് കണപ്പടാക്കി വെച്ചോ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം. ഇത് മരിക്കോളെ ഉപയോഗിക്കുകയും ചെയ്യുള്ളൂ. മരിച്ചതിന് ശേഷം ഇന്നുണ്ടാവില്ലേ, അവിടെ പോയി കിടക്കാലല്ലേ, അവിടെ ചെരിഞ്ഞവിടെ കിടന്നുകൂടാ. പിന്നെ ആരെങ്കിലും ഉറൂസ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കന്നും കിട്ടുമെന്ന് വെച്ചിട്ട് കാത്തു നിൽക്കുന്നു. അതിനൊന്നും നിൽക്കണ്ട. കാറ്റുമ്പുറത്ത് വെച്ച് ചട്ടി കുടിക്കും വെച്ചോണ്ട് മെയ്ത്തിരുന്ന് കിട്ടുന്നു. പിന്നെ ഒരാൾ മരിച്ച വകയിൽ 100 കാറോടല്ലോ പോലും ജില്ല മുഴുവൻ. എന്താന്ന് ഈ കാറിൻ്റെ പട, അത് ഇന്നാൾ മരിച്ചിട്ട്. അതാ വക്കാന ഇദ്രീസ് അലൈഹിസ്സലാം ഹയ്യാത്തൻ വഖത്താത്തൻ. ഇദ്രീസ് അലൈഹിസ്സലാം എന്താ നൂലുണ്ടാക്കുന്ന ആളായിരുന്നു. തുന്നൽ ഹൈത്ത്. അതൊരു നല്ല എഴുത്തുകാരനാണ്. പല മോഡലിൽ എഴുതാനറിയും. പല ഭാഷകളിലും പല മോഡൽ എഴുതുന്നില്ല. ഇപ്പോൾ എഴുതി കൊടുക്കുന്നതെല്ലാം വലിയ സീറ്റില്ലേ. അല്ല, ഭാഷ ആദം അലൈഹി സ്വലാം മുതലേ ഭാഷയില്ല. അല്ലെങ്കിൽ ഇവിടെ മുണ്ടങ്ങിയോ എഴുത്തിൻ്റെ പല ശൈലികൾ. വക്കാന നൂഹൻ അലൈഹിസ്സലാം തുജാറൻ. നൂഹൻ നജ്ജാറൻ ആശാരിയായിരുന്നു. ഇന്ന് ആശാരി എന്ന് പറയുമ്പോൾ നമ്മൾ കളിയാക്കലാണ്. അത് മോശമായ ഒരു പണിയാണെങ്കിൽ അംബിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിക്കൂലല്ലോ. ജനങ്ങൾ നിസാനമായി കാണുന്ന ജോലിയെ തൊട്ട് ഒരു മുനസ്സഹാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നു. സക്കരിയ അലൈഹി സ്വലാം നജ്ജാറന്ന് ഏതുണ്ട്, റിയാദു സാലിഹിലുണ്ടല്ല. അത് അമ്പിയാക്കൾക്ക് പറ്റാത്ത ഒരു പണിയായിരുന്നെങ്കിൽ അത് പഠിപ്പിക്കൂലല്ലോ. ആ ബിൽഡിങ്ങിൻ്റെ എത്തിപ്പെട്ടത് പാർപ്പിടത്തിൻ്റെ. സക്കരിയ അലൈഹിസ്സലാം ഐലൻ നജ്ജാറൻ. സക്കരിയ അലൈഹിസ്സലാമും ആശാരിയായിരുന്നു. വഹൂദുൻ വസാലിഹുൻ താജിറൈൻ. ഹൂദ് അലൈഹിസ്സലാം പിന്നെ സാലിഹുൻ അലൈഹിസ്സലാം കച്ചവടം ചെയ്യുന്ന ആളാണ്. ഇബ്രാഹിമു സറാഅൻ വനജ്ജാറൻ. കൃഷിക്കാരനായിരുന്നു, ആശാരിയായിരുന്നു. വയ്യൂബ് സറാഅൻ. അയ്യൂബ് അലൈഹിസ്സലാം കൃഷിക്കാരനായിരുന്നു. ദാവൂദ് അലൈഹിസ്സലാം സറാദൻ. എന്താ സറാദ് പണി? ഈ അങ്കികൾ ഉണ്ടാക്കുന്നത്, ഇരുമ്പിൻ്റെ പടയങ്കി മറ്റൊക്കെ അതുണ്ടാക്കുന്നത്. അതായത് ലോഹങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്കികൾ ഉണ്ടാക്കുമല്ലോ. അതെ, മെറ്റൽ. സുലൈമാൻ അലൈഹിസ്സലാം ഖവ്വാസൻ. അതെ, ആയുധങ്ങൾ. ടൂൾസ്, മറ്റേ ഇരുമ്പുകൊണ്ടുള്ള പണിത്തരം. മറ്റേത് മരം കൊണ്ടുണ്ടാക്കുന്നത്. നജർ എന്ന് പറയുമ്പോൾ മരത്തിലാണല്ലോ പണി. വക്കാന മൂസ വ ഷുഐബുൻ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയ അലൈഹിം സ്വലാത്തു വസ്സലാം റുആത്തൻ. മൂസ അലൈഹിസ്സലാം, ഷുഐബ് അലൈഹിസ്സലാം, സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള അമ്പിയാക്കൾ അധികവും ആട്ടിനെ മേയ്ക്കുന്ന ആളായിരുന്നു. ആടിനെ വളർത്തിയിട്ട് ജീവൻ നയിക്കൽ. പിന്നെ തങ്ങൾക്ക് ദൈവത്വത്തിൻ്റെ ഉത്തരവാദിത്തം വന്നപ്പം പിന്നെ മേയ്ക്കാൻ സമയമില്ല. ഖാല ഫി തുഹഫത്തി വഅഫ്ളലുൽ മകാസിബി സറാഅ. തൊഴിലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയത് സറാഅത്താണ്, കൃഷി. കാരണം ലിഅന്നഹ അഅമ്മു നഫ്അൻ. അതെല്ലാവർക്കും നഫ്ഉള്ള കാര്യമാണ്. കാരണം ഭക്ഷണം ഇല്ലാത്ത, അത് ടൂൾസും മേശയും കസേലും ഇല്ലെങ്കിൽ ഒപ്പിക്കാലോ. പെടും. പിന്നെ അക്കറബ് ഇല്ല തവക്കുലിൻ്റെ മേളിൽ അക്കറബ്. അതെന്തുകൊണ്ട് ഉള്ളത് കൊണ്ടുപോയിട്ട് ഭൂമിയിൽ കുഴിച്ചിട്ടാണ് ഇന്ത്യയിലാറാണ് ഇപ്പോഴുള്ളത്.
മധുരയിൽ പോയ കണക്ക് എത്രയോ മില്യൺ കണക്കിനാണ് ചിലവാക്കുന്ന ഏത് ഈ തരിശ ഭൂമി കൃഷിഭൂമിയാക്കി മറിച്ചെടുക്കാൻ. അതിലെന്ത് വളം ചേർക്കാം, എന്താക്കാം, ഈ മണ്ണിനെ നന്നാക്കാൻ എന്ത് ചെയ്യും, എന്ത് വളം ചേർത്താൽ എന്ത് വിത്തുണ്ടാക്കും, ഇതൊക്കെ പഠനം നടത്തിയിട്ട് തരിശ് ഭൂമി ലീസിനെടുക്കുക, എന്നിട്ട് കൃഷിഭൂമിയാക്കുക. ഇത് കൃത്രിമ മഴ ഉണ്ടാക്കുക, കാലാവസ്ഥ നിയന്ത്രിക്കാൻ വേണ്ടി ഫാൻ വെക്കുക, മില്യൺ കണക്കിനാണ് ചിലവ്. ഞാൻ പറഞ്ഞ ഒരിക്കൽ പറഞ്ഞു ഇതൊന്നും മെനക്കിടുന്നതാണ്. ആ പീടിയിൽ പോയാലും അതീസ് കൊടുത്താലും ഒരു കിട്ടുമല്ലോ, അപ്പോൾ എന്തിനാ മെനക്കിടുന്നത്. പക്ഷേ അള്ളാഹു തആല ഒരു കൂട്ടർ അങ്ങനെ ആക്കി. ഒരു കൂട്ടം അങ്ങനെ ആക്കാൻ ഞാൻ കിട്ടൂലല്ലോ. തവക്കുല, നീ മുതലിട്ടാൻ പിരിഞ്ഞോളന്നില്ല. വാസൽ മിനൽ ഗശി, അതുപോലെ ചതി ഉണ്ടാവില്ല. ചതി ഇപ്പം നല്ല, ഇപ്പം കുറ്റടിക്കലും പ്രളയം വരയ്ക്കലും ആണ് ഇപ്പം നല്ല ചതിയും തൊട്ട് രക്ഷപ്പെട്ട കാലം. അതായത് ഉള്ള പോലെ ഉണ്ടാക്കണമെന്നല്ലാണ്ട് അതിൽ ഏറ്റാനോ വറക്കാനോ ചതിക്കാനോ ഒന്നും യാതൊന്നും ചേർക്കാനില്ലല്ലോ. സുമ്മസന, പിന്നെയാണ് മറ്റുള്ള തൊഴിലുകൾ. എന്തുകൊണ്ട്? ലിയന്ന ഫീ തഅബുൻ നഫ്സി തലബിൽ ഹലാൽ, ഹലാൽ തേടാൻ വേണ്ടി കുറച്ച് നല്ലോണം ദേഹധ്വാനം ആവശ്യമാണ് തൊഴിലുകളിൽ. ചുമട് വഹിക്കൽ, കയറ്ററി, ഇറക്കൽ, നല്ലോണം വേർപ്പെല്ലാം പോവില്ലേ, ആരോഗ്യം കിട്ടും. ചിലപ്പോൾ നിത്യ രോഗിയായി മാറലുണ്ട്. ചില രോഗികൾക്ക് ഭാരം വഹിക്കൊന്നും പറ്റൂലല്ലോ. അതുണ്ട്, മാനസികമായ അധ്വാനം വലിയ അധ്വാനമാണ്. ഇനി സുമ്മ തിജാറ, പിന്നെയാണ് കച്ചവടം. അവനും മേശയും കസിലിട്ടിട്ട് ഏജൻ്റെ ഇരിക്കേ വേണ്ടു. കൂടുതൽ നെയ്പ്പൊന്നുമില്ല, ഇരുന്ന് പത്രവും വായിച്ചാടി ഇരുന്നോളാം. ഈ തൊഴിലിനെ പറ്റിയിട്ട് ഇർഷാദുൽ ഇബാദിൽ നല്ല ചർച്ച ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഏതാണ് സമയം, നമ്മുടെ സമയമായ ഞാൻ സമയം പോയാട്ടില്ല. എന്നാൽ പിന്നെ മറ്റേ ബർക്കത്തിനോടാ, അതെല്ലാം മുടക്കണ്ട.